എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി മാത്രം കുറെ കലാലയങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്? ലോകത്ത് ഒരുപാട് സ്പീഷീസ് ഉണ്ടല്ലോ, ഒരുപാട് ജീവവർഗങ്ങളുണ്ടല്ലോ. ആ ജീവവർഗങ്ങൾക്കൊന്നും പ്രത്യേകമായ കലാലയങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ച് പ്രത്യേകമായ പഠനങ്ങളോ പാഠങ്ങളോ നൽകുന്നത് നമ്മൾ കാണുന്നില്ല. എന്നിട്ടും അവ സുഖകരമായി ഒരു പ്രശ്നവുമില്ലാതെ സാറ് പറഞ്ഞതുപോലെ സാറിനെ പോലെയുള്ള സംതൃപ്തമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അവയിൽ നല്ല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ജീവവർഗങ്ങളുണ്ട്. ബീവറിനെ പോലെയുള്ള മാത്തമാറ്റിക്കലി അക്യുറേറ്റ് ആയ ജീവവർഗങ്ങളുണ്ട്. തേനീച്ചയെ പോലെയുള്ള കെമിക്കലി അഡ്വാൻസ്ഡ് ആയ ജീവവർഗങ്ങളുണ്ട്. ഉറുമ്പിനെ പോലെയുള്ള ഫിസിക്കലി അഡ്വാൻസ്ഡ് ആയ ജീവവർഗങ്ങളുണ്ട്. വവ്വാലിനെ പോലെയുള്ള അവയെല്ലാം അവയുടെ ജന്മവാസനയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തിന് നമുക്ക് വേണ്ടി മാത്രം കലാലയങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കേണ്ടി വരുന്നു? മതമുള്ളത് കൊണ്ടാണോ? ദൈവമുള്ളത് കൊണ്ടാണോ? ദൈവവിശ്വാസമുള്ളത് കൊണ്ടാണോ? ജീവവർഗങ്ങൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല എന്നാണല്ലോ വെപ്പ്. തീർച്ചയായും കാട്ടിൽ ഒരുപാട് ജീവവർഗങ്ങൾ, ദശലക്ഷക്കണക്കിന് സ്പീഷീസുകൾ. ആ ജീവവർഗങ്ങളിൽ എല്ലാം അവിടെ ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവ തിന്നും കൊന്നും പരസ്പരം സഹകരിച്ചും ജീവിക്കുന്നു. അവിടെ ഒരു പോലീസ് വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു പട്ടാളം വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു നിയമകൂടം വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു ഭരണകൂടം വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു കോടതിയോ സാറെ പോലെ പ്രൊഫസർമാരോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും അവിടെ ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല. കടലിൽ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്. ഇതേപോലെ തന്നെ അതിസങ്കീർണമാണ് കടലിലെ ആവാസ വ്യവസ്ഥ പോലും. ആ ആവാസ വ്യവസ്ഥയിൽ പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ലാഞ്ഞിട്ടും അവിടെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മനുഷ്യനിലോ? സാറൊന്ന് പറയണം. മനുഷ്യനിൽ ഇതേപോലെ സാറ് ഉപയോഗിച്ച അതേ യുക്തി ഉപയോഗിച്ച് ഞാൻ തിരിച്ചു പറയാം. നമുക്ക് പറയാമല്ലോ, എന്തിന് പോലീസ് സ്റ്റേഷനുകൾ, എന്തിനാണ് കോടതികളും മറ്റ് സംവിധാനങ്ങളുമെല്ലാം? മനുഷ്യനും ഒരു ജീവവർഗമല്ലേ? മനുഷ്യനും ഒരു ജീവവർഗം, ഹോമോസാപ്പിയൻ എന്ന വർഗം. ആ ജീവവർഗം ഒരു ആൾക്കുരങ്ങിന് രൂപവ്യത്യാസം വരികയും നട്ടെല്ല് നിവരുകയും പിന്നെ അതിന്റെ വാല് പോവുകയും താടിയലിന് ആകൃതി വ്യത്യാസം ഉണ്ടാവുകയും തലച്ചോറിനൊരൽപ്പം വളർച്ചയുണ്ടാവുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ജീവവർഗം. എങ്കിൽ എന്റെ മനുഷ്യന് മാത്രം ഇതെല്ലാം വേണ്ടി വന്നൊരു സാമൂഹ്യ ജീവിതത്തിന്? അവിടെയാണ് മനുഷ്യന്റെ ചില സവിശേഷതകൾ സാറ് പറഞ്ഞാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചേ മതിയാകും. അത് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്, ആ സാമൂഹ്യ ജീവിതത്തിന്റെ താളപ്പൊരുത്തത്തിന് തീർച്ചയായും ചില നിയമങ്ങൾ അനിവാര്യമാണ് എന്നുള്ള സത്യം അംഗീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞതുപോലെ പിന്നെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകൾ, ആ ജീവിക്കുന്ന ആളുകൾ എന്ന് പറയാവുന്ന ആളുകളുടെ മനസ്സ് കീറി നോക്കി അവരുടെ മനസ്സിനകത്ത് എന്തുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവൊന്നും നമുക്കില്ല. പക്ഷേ ഒരു സാധാ മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിയുടെ സവിശേഷതകൾ മനുഷ്യന്റെ വർത്തന ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യന്റെ കർമ്മങ്ങളുടെ സവിശേഷതകളെ പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യങ്ങളുടെ ചെയ്തിയുടെ സവിശേഷതകളെ പറഞ്ഞു തരുന്നുണ്ട്. ആ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഫ്രീഡം ഫ്രം അൺനോൺ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ലോകത്ത് വിവരം പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ് സകല കുഴപ്പത്തിനും കാരണമെന്നാണ്. അറിഞ്ഞതിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം നോൺ എന്നുള്ള ഗ്രന്ഥത്തിൽ, അറിഞ്ഞതിൽ നിന്നുള്ള മോചനം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ് ലോകത്തിലെ സകല കുഴപ്പങ്ങൾക്കും കാരണമെന്നാണ്. ജിദ്ദുവിന്റെ പുസ്തകത്തെ തന്നെ എടുത്തുകൊണ്ട് ഞാനോട് ചോദിക്കട്ടെ, സാകൾ എങ്കിൽ ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്നതാണ് ശരിയെങ്കിൽ സാറ് ചെയ്യുന്നത് ഏറ്റവും വലിയ അടിമത്വത്തിന് വേണ്ടിയുള്ള ഒരു വിടുപണിയാണ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? അതിൽ ഫിലോസഫർമാർക്ക് പലതും പറയാം. പക്ഷെ പച്ചയായ ജീവിതം, ആ ജീവിതത്തിൽ ചില
ചില ഡൂസ് ആൻഡ് ഡു നോട്ട്സ് മനുഷ്യർ അനുസരിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഇതാണ് പ്രശ്നം. സാറ് പറഞ്ഞു, സാറ് വീടി പോലും വലിച്ചിട്ടില്ല, എന്തിനു വലിക്കാതിരിക്കണം? സാറ് കള്ള് കുടിച്ചിട്ടില്ല, എന്തുകൊണ്ട് കുടിക്കാതിരിക്കണം? സാറ് വ്യഭിചരിച്ചിട്ടില്ല, എന്തുകൊണ്ട് ചെയ്യാതിരിക്കണം? മറ്റൊരാൾ ഇതേ യുക്തി ഉപയോഗിച്ച് അയാൾ പറയുന്നു, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സാറ് ചെയ്യാതിരിക്കുകയും അയാൾ ചെയ്യുകയും ചെയ്യണം? ഇവിടെയാണ് മതം എന്നത് പ്രസക്തമാകുന്നത്. മതം എന്നാൽ സാറ് വിചാരിച്ചതുപോലെ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു കേവലമായ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. മറിച്ച് മതത്തെ ഇസ്ലാം പറയുന്നത്, ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കേണ്ടത്, ഇസ്ലാം പറയുന്നത് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യന് മാത്രമുള്ള സവിശേഷതയായ സ്വാതന്ത്ര്യം, അത് രണ്ട് തലത്തിലും ഉപയോഗപ്പെടുത്താൻ മനുഷ്യർക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവിടെ മനുഷ്യന് ചില ഗൈഡൻസ് ആവശ്യമുണ്ട് എന്നാണ്. ഒന്നുകൂടി വിശദമാക്കാം. ഞാനിവിടെ നേരത്തെ കുറെ ജീവികളെ എടുത്തു പറഞ്ഞു. ഞാനത് പറയാൻ സാറുടെ വാദത്തെ പൊളിക്കുക എന്ന ലക്ഷ്യത്തിലല്ല, മറിച്ച് എന്തിനു മതം എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമായിക്കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ ഒരുപാട് ജീവവർഗങ്ങൾ ലോകത്തുണ്ട്. ആ ജീവവർഗങ്ങളെല്ലാം ചെയ്യുന്ന പണി എന്താ? അവ തിന്നുന്നു, അവ കുടിക്കുന്നു, അവക്ക് അവരുടേതായ രസമുണ്ട്, അവ രമിക്കുന്നു. അതെ, അവർക്ക് തീരുമാനിക്കപ്പെട്ട ഒരു ജീവിതം അവ ജീവിക്കുന്നു, അവസാനിച്ചു പോകുന്നു. ഈ കാര്യം തന്നെയാണ് മനുഷ്യനും ലോകത്ത് ചെയ്യുന്നുള്ളൂ. വേറെയൊന്നും വ്യക്തി എന്നുള്ള നിലക്ക് ആരും ഒന്നും ചെയ്യുന്നില്ല. തിന്നുന്നു, കുടിക്കുന്നു, രസിക്കുന്നു, രമിക്കുന്നു, വേറെന്താണ്? അതിനപ്പുറത്ത് എവിടെയാണ് മനുഷ്യന്റെ സവിശേഷത? എന്താണ് മനുഷ്യന് മാത്രം ചില നിയമങ്ങൾ ആവശ്യം വന്നത്? എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, ജീവവർഗങ്ങൾ എല്ലാം സ്വതന്ത്രമാണ്. അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു കുഴപ്പമില്ല. ഒരു പ്രകൃതി ശാസ്ത്രജ്ഞന്റെ വീക്ഷണത്തിൽ എടുത്തു നോക്കുക, ജീവവർഗങ്ങൾ, മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അതിഭീമാകാരന്മാരായ ദിനോസറുകളെ പോലെയുള്ള, മാമോത്തുകളെ പോലെയുള്ള ജീവികൾ ഉണ്ടായിരുന്നു എന്നാണ് നരവംശാസ്ത്രം പറയുന്നത്. എങ്കിൽ അവയെല്ലാം തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഇവിടെ കഴിഞ്ഞു പോയി. പക്ഷേ ഭൂമിയുടെ ഒരു ഓസോൺ പാളിക്ക് ഒരു തുളയുണ്ടാക്കാൻ മനുഷ്യനെ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട്? എന്തേ അവക്ക് കഴിയാതിരുന്നത്? മനുഷ്യന് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. എന്തേ മനുഷ്യന് മാത്രം കഴിയുന്നത്? ബാക്കി ജീവികൾ, ഞാൻ പറഞ്ഞു, ആ ജീവികളുടെ ലോകത്തൊരു കുഴപ്പമില്ല, അവ സർവതന്ത്ര സ്വതന്ത്രര. പിന്നെ ഈസോപ്പ് കഥകളിലും പഞ്ചതന്ത്രം കഥകളിലും അറബി കഥകളിലും മാത്രമുള്ളത് രാജാവും പിന്നെ രാജാവായ സിംഹവും മന്ത്രിയായ കുറുക്കനുള്ളത്. അവിടെ പോയാലും ഒരു മന്ത്രിയില്ല, ഒരു കുറുക്കനുമില്ല. എന്താ? അവയെല്ലാം ജീവിക്കുന്നു. പക്ഷേ അവിടെ വല്ല കുഴപ്പമുണ്ട്? വല്ല ക്രമസമാധാന പ്രശ്നത്തിനും ഒരു 144 പാസ്സാക്കേണ്ട ഒരു ഗതികേട് ഒരു കാട്ടിലുണ്ടായിട്ടില്ല. എന്നാ മനുഷ്യൻ തിരിച്ചു നോക്കാം. നമുക്ക് മനുഷ്യന്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട്, ഒരു മതം വേണ്ട, നിങ്ങൾ മതമല്ല മനസ്സിന്ന് ഒഴിവാക്കിക്കോളൂ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറയുന്നു, ഒരു 5 മിനിറ്റ് ലോകത്തുള്ള ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. 5 മിനിറ്റ് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്ന് ലോകം തീരുമാനിക്കുകയും ലോകത്തെ മുഴുവൻ രാഷ്ട്രഘടനകൾ തീരുമാനിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? 6ാമത്തെ ഒരു മിനിറ്റ് ഉണ്ടാവില്ല. കാരണം 5000 ഭൂമികളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ആയുധങ്ങളുള്ള സ്വിച്ചിന്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തേ മനുഷ്യന് മാത്രം അങ്ങനെയായി? എന്തേ മനുഷ്യന് മാത്രം തകർച്ചയുണ്ടായി? നാഗരികതകൾ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയുന്നു, മറ്റു ജീവികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ബീവർ വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി, അല്ലെ? തേനീച്ച പിന്നെ അവയുടെ ജോമെട്രിക്കൽ അക്യുറസിയോട് കൂടി തന്നെ അവയുടെ കൂടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി. പക്ഷെ അവയൊന്നും നാഗരികതകൾ സൃഷ്ടിച്ചിട്ടില്ല. നാഗരികതകൾ സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുന്നു. അതോടൊപ്പം തന്നെ നശിപ്പിക്കാൻ നമ്മുടെ ഭൂമിയെ മാത്രമല്ല, ആകാശഗോളങ്ങളെ പോലും നശിപ്പിക്കാൻ മനുഷ്യന് കഴിയുന്നു. എന്താ മനുഷ്യന്റെ സവിശേഷത? ഇവിടെയാണ് സവിശേഷത കേവലമായ ബുദ്ധിയും സയന്റിഫിക് അഡ്വാൻസ്മെന്റും മാത്രമല്ല. ഈ സയന്റിഫിക് അഡ്വാൻസ്മെന്റും ബുദ്ധിയുമെല്ലാം ഉണ്ടാകുന്നത് മനുഷ്യന് മാത്രം നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് എന്ന് മതം പറയുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഭൗതിക കാര്യങ്ങളിലുള്ളത് നമ്മൾ അനുഭവിക്കുന്നതാണ്. സാറുടെ പ്രത്യേക വിഷയം പഠിച്ചു, പ്രൊഫസറായി ലെക്ചറായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു.
മറ്റൊരാൾ മറ്റൊരു വിഷയം പഠിച്ചു, അയാൾ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരാൾ മറ്റൊരു വിഷയം പഠിച്ചു, അയാൾ ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരാൾ IAS ഓഫീസർ ആകുന്നു. ഈ സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമുള്ളതാണ് ഭൗതിക ലോകത്ത്. ബീവറിന് ബീവറേയാകാൻ കഴിയൂ. അവന്റേതായ കൂടുണ്ടാക്കാൻ അവൻ ആരും പഠിപ്പിക്കേണ്ട. പക്ഷെ അതല്ലാത്തൊരു കൂടുണ്ടാക്കാൻ അവൻ ആരും പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഷഡ്ഭുജാകൃതിയിലുള്ള കൂട് നിർമ്മിക്കാൻ, കൃത്യതയോടുകൂടി നിർമ്മിക്കാൻ നമ്മുടെ തേനീച്ചക്ക് കഴിയും. പക്ഷെ ആ ഷഡ്ഭുജത്തിന്റെ കൃത്യത അത് ഒരു സ്ക്വയറാക്കാൻ പറഞ്ഞാൽ തേനീച്ചക്ക് അത് കഴിയില്ല. ഇവിടെ ഭൗതിക രംഗത്ത് നമ്മുടെ സെലക്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നിയമങ്ങളും ജീവികളുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ജീവികൾക്ക് ആവശ്യമായ നന്മയും തിന്മയും അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അതല്ല. മനുഷ്യന് നന്മ എന്ത് എന്ന് അന്വേഷിക്കണം, തിന്മ എന്ത് എന്ന് നോക്കണം, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യം ചെയ്യണം. അവിടെയാണ് നന്മയും തിന്മയും എന്ത് എന്ന് മനുഷ്യനെ ആര് പഠിപ്പിക്കുമെന്ന ചോദ്യമുണ്ടാകുന്നത്. ഇതാണ് മതം കടന്നു വരുന്നത്. അവിടെയാണ്. അവിടെ മതം പറയും, ഇസ്ലാം പറയും, മനുഷ്യനെ നന്മ തിന്മകൾ പഠിപ്പിക്കേണ്ടത് മനുഷ്യനെ ആര് സൃഷ്ടിച്ചുവോ അവൻ തന്നെയാണ് എന്നാണ്. മനുഷ്യന് ചുറ്റുമുള്ള ജീവികളിലെല്ലാം ഒരു കൃത്യമായ മാർഗദർശനം നമ്മൾ കാണുന്നു. ഇതേ ജീവികൾക്കെല്ലാം നൽകിയ മാർഗദർശനം ആരിൽ നിന്നാണോ അവൻ തന്നെയാകണം മനുഷ്യനും മാർഗദർശനം നൽകേണ്ടത് എന്ന് മതം പറയും. അങ്ങനെയാണ് ഇസ്ലാം പറയുക. ആ മാർഗദർശനം സൃഷ്ടാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാർഗദർശനത്തിനാണ് ഇസ്ലാം മതം എന്ന് പറയുക. ആ മതം അനുസരിച്ച് ജീവിക്കുന്നവരിൽ മാറ്റം ഉണ്ടാകും. ആ മതം അനുസരിച്ച് ജീവിക്കുന്നവരിൽ മാറ്റം ഉണ്ടാകും. തീർച്ചയായും മതം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവരിൽ മാറ്റം ഉണ്ടാകില്ല. അത് സ്വാഭാവികമാണ്. മനുഷ്യന് ഈ സെലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മതം എന്നത് ഒരാളെ വളരെ കൃത്യമായി ഒരു ചട്ടക്കൂടിൽ നിർത്തിയിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന ഒരു പണിയല്ല. മതം മനസ്സിൽ സ്വീകരിക്കപ്പെട്ട് ആ സ്വീകരിക്കപ്പെട്ട മാനസികാവസ്ഥയുള്ള ശരീരത്തിൽ പ്രവർത്തനക്ഷമമാകുന്ന ഒരാശയമാണ് മതം. അവിടെ ഈ മതമെല്ലാം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഈ പോലീസ് സ്റ്റേഷൻ എല്ലാം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ എന്ന് തിരിച്ചും ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കൂല, ഞാൻ ചോദിക്കുന്നു. എന്താ ഈ കലാലയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും കുട്ടികൾ ഇങ്ങനെ എന്ന് ചോദിക്കാം. അതുകൊണ്ട് കലാലയങ്ങൾ മുഴുവനും അടച്ചുപൂട്ടണം എന്നുള്ള ന്യായവും പറയാം. ഇവിടെയാണ് മതം മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്. അത് അവരുടെ ഹൃദയത്തിന്റെ ആശയമായി തീരുമ്പോഴാണ്. അത് ഏത് മതമാണെങ്കിലും, ക്രിസ്തുമതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ആ ജീവിതത്തിന്റെ ആശയമായി തീരുമ്പോൾ, അവരുടെ ഹൃദയത്തിന്റെ ആദർശമായി തീരുമ്പോൾ തീർച്ചയായും മതം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. പരിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ അധ്യായമുണ്ട്. ആ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ചോദിക്കുകയാണ്, നീ കണ്ടുവോ മതനിഷേധിയെ? മതത്തെ കളവാക്കുന്ന വ്യക്തിയെ നീ കണ്ടുവോ? ആരാ മതനിഷേധി? നമുക്ക് പരിചയമുള്ള മതനിഷേധി ആരാ? ദൈവമില്ല എന്ന് പറയുന്നവൻ, മതമില്ല എന്ന് പറയുന്നവൻ, മതത്തിനെതിരെ സംസാരിക്കുന്നവനെല്ലാമാണ്. പക്ഷേ ഖുർആൻ അടുത്ത വേഴ്സ് പറയുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ എന്നാണ്. മതനിഷേധി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിനക്കറിയാവോ? അവൻ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാത്തവനാണ്. അവൻ അനാഥകളെ സംരക്ഷിക്കുവാൻ മുന്നിൽ വരാത്തവരാണ്. ഖുർആൻ പറയാം, മതനിഷേധി എന്ന് പറഞ്ഞാൽ ദൈവനിഷേധിന്നോ ദൈവവിശ്വാസി അല്ലാത്തവനോ മതത്തിനെതിരെ സംസാരിക്കുന്നവൻ എന്നോ അല്ല. മറിച്ച് അനാഥകളെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വരാത്തവൻ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പ്രോത്സാഹനം നൽകാത്തവൻ. എന്നിട്ട് ഖുർആൻ വീണ്ടും പറയാം ഫവൈലുൽ ലിൽ മുസല്ലീൻ. എന്നാൽ അവർ മതത്തിന്റെ ചിഹ്നമായ നമസ്കാരം, ഇസ്ലാമിന്റെ ചിഹ്നം നമസ്കാരമാണ്, ആ നമസ്കാരം അവരിലുണ്ട്. പക്ഷെ ആ നമസ്കാരം അവർക്ക് നാശമാണ്. എന്തുകൊണ്ടെന്നാൽ ആ നമസ്കാരം അവരുടെ ഹൃദയത്തിനെ പരിവർത്തിതമാക്കുന്നില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. അവരുടെ മതം കേവലം ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അവർ പരസ്പരമുള്ള ചെറിയ നന്മകളെ പോലും തടഞ്ഞു വെക്കുന്നവരാണ്. ഇങ്ങനെയാണ് ഖുർആൻ പറയുക.
അവിടെ സാറിവിടെ പറഞ്ഞ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മതമില്ലാത്ത ആളുകൾ അവർ ഖുർആനിന്റെ ഭാഷയിൽ തന്നെ മതനിഷേധികളാണ്, മതവിശ്വാസികളല്ല. കേവലം കർമ്മങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമുള്ള എന്നാൽ ജീവിതത്തിൽ ആദർശമില്ലാത്തവർ മതനിഷേധികളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മതം ഉണ്ടായിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, മനുഷ്യർക്ക് സെലക്ഷനുള്ള അവസരമുണ്ട്. മതം സ്വീകരിക്കുന്നവരിൽ മാറ്റമുണ്ടാകും, ആദർശം സ്വീകരിക്കുന്നവരിൽ മാറ്റമുണ്ടാകും, ഇല്ലാത്തവരിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ്. എൻ്റെ പേര് അലക്സ് തോമസ് എന്നാണ്. അങ്ങ് സംസാരിച്ച അവസരത്തിൽ ഈ മരണാനന്തരമുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായ ലോകം, സ്വർഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അവിടെ പോകണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ സംശയം, ഞാൻ നന്മ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നന്മ മാത്രം സംസാരിക്കുകയും എൻ്റെ ജീവിതം തന്നെ, എൻ്റെ സമ്പത്തും എനിക്കുള്ളതല്ല, സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടി, അശരണർക്കും ആലംബഹീനർക്കും വേണ്ടി ഉള്ള സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, എന്നാൽ ഞാൻ ക്രിസ്തുമതത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിക്കുകയും ചെയ്താൽ എനിക്ക് അങ്ങ് സൂചിപ്പിച്ച ഈ സ്വർഗം ലഭിക്കും? വളരെ നല്ലൊരു ചോദ്യമാണ് സാർ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞാൻ നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, ഞാൻ നന്മ ചെയ്തുകൊണ്ട് മാത്രം ജീവിച്ചാൽ എനിക്ക് സ്വർഗപ്രവേശം ലഭിക്കുമോ എന്നാണ് സാറിന്റെ ചോദ്യത്തിന്റെ ചുരുക്കം. ഇസ്ലാം പറയുന്നത്, ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് സ്വർഗലോകമെന്നാണ്. വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗലോകം ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ ഒരല്പം വിശദീകരണം ആവശ്യമുണ്ട്. എന്താണ് സാറ് പറഞ്ഞു, നന്മ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്താണ് നന്മ? നന്മ എന്താണ്? സാറിന് നന്മ എന്ന് തോന്നിയതാണോ? എനിക്ക് നന്മ എന്നല്ല ഞാൻ പറയുന്നത്. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാർ. അതെ അതന്നെ ഞാൻ പറയട്ടെ. എനിക്ക് പറയുമ്പോഴേക്ക് സാറത്തിന് പിന്നെ സാറിന്റെ മനസ്സിൽ ശരി എന്ന് തോന്നുന്ന നന്മയാണോ? അല്ല, സാറെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമതം പഠിപ്പിക്കുന്ന നന്മയാണ്. മറ്റൊരാൾ അയാൾ വിചാരിക്കുന്നു ഒരു കാര്യം നന്മയാണ് എന്ന്. നേരത്തെ ചന്ദ്രൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സിന് നന്മയാണ് എന്ന് തോന്നിയ കാരണത്താൽ അദ്ദേഹം നന്മ ചെയ്യുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യം നന്മയാണ് എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന്, സ്വന്തം ഇച്ഛയിൽ നിന്ന് തോന്നിയതാണ്. അലക്സാറിന് ക്രിസ്തുമതം പഠിപ്പിക്കുന്നതാണ്. മറ്റൊരാൾക്ക് ഒരു ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് നന്മ എന്ന് തോന്നുന്നു, അയാൾ ആ നന്മയനുസരിച്ച് പോകുന്നു. മറ്റൊരാൾ അയാൾക്ക് ഹിന്ദുമതം പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ശൈവ മതം പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വൈഷ്ണവ മതം പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഗാണപത്യ മതം പഠിപ്പിക്കുന്നതാണ് നന്മ എന്ന് കരുതുന്നു. അതനുസരിച്ച് അയാൾ പോകുന്നു. ഇവിടെ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ കാഴ്ചപ്പാടാണല്ലോ പറയേണ്ടത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നന്മ ഏതെങ്കിലും ഒരു മതത്തിൻ്റെത് അല്ല, മറിച്ച് സൃഷ്ടികർത്താവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം നന്മയോ തിന്മയോ എന്ന് തീരുമാനിക്കുന്നത് എന്ന്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ചന്ദ്രൻ സാറുടെ അഭിപ്രായവുമായും ഇസ്ലാം വിയോജിക്കുന്നത്, പലപ്പോഴും ചില സ്ഥാപിത മതങ്ങളുമായും ഇസ്ലാം വിയോജിക്കുന്നത്. നന്മ എന്ത് എന്ന് തീരുമാനിക്കാൻ വ്യക്തിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തമായ നിരീക്ഷണങ്ങൾ കൊണ്ട് മാത്രം എല്ലായ്പ്പോഴും നന്മ എന്ത് തിന്മ എന്ത് എന്ന് വേർതിരിക്കാൻ സാധ്യമല്ല. അപ്പോ ഇസ്ലാം പറയും, നന്മ എന്ത് തിന്മ എന്ത് എന്ന് പഠിപ്പിക്കേണ്ടത് പടച്ചവനാണ്. പടച്ചവൻ വെളിപാടിലൂടെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത് നന്മ തിന്മകളെ കുറിച്ചാണ് എന്നാണ്.
അത് ഇസ്ലാമികമായ വീക്ഷണപ്രകാരം പരിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് ആദി പിതാവായ ആദം മുതൽ ആരംഭിച്ചതാണ് നന്മ തിന്മകളെ വ്യവച്ഛേദിച്ചുകൊണ്ട് മനുഷ്യരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പഠിപ്പിക്കുന്ന സമ്പ്രദായം. ആദി പിതാവ് ആദം തന്റെ മക്കൾക്ക് അദ്ദേഹത്തിന് ലഭിച്ച ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, തിന്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തലമുറകൾ കഴിഞ്ഞു. വീണ്ടും പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി. പ്രവാചകന്മാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു വ്യത്യസ്ത ദേശങ്ങളിലേക്ക്, വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ എന്നാണ്. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരന്റെ, ഒരു പ്രവാചകന്റെ, ഒരു ദൈവദൂതന്റെ നിയോഗം ഉണ്ടായിട്ടല്ല. ആ ദൈവദൂതന്മാർ കടന്നു വന്നു. ദൈവദൂതന്മാരെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് നന്മയാണ്. നന്മ എന്താണ് എന്നാണ്, തിന്മ എന്താണ് എന്നാണ്, തിന്മയിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കണമെന്നാണ്, നന്മയിലേക്ക് എങ്ങനെ യോജിച്ചു പോകണമെന്നാണ്, നന്മ എങ്ങനെ സ്വീകരിക്കണമെന്നാണ്. ആ പ്രവാചകന്മാരിൽ അബ്രഹാം പെടും, ഇസ്മായിൽ പെടും, ഇസ്ഹാക്ക് പെടും, മോശെ പ്രവാചകൻ പെടും, യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെടും. എല്ലാ പ്രവാചകന്മാരും ലോകത്ത് വന്നത് നന്മ എന്ത് എന്ന് പഠിപ്പിക്കുവാനും തിന്മ എന്ത് എന്ന് വ്യവച്ഛേദിച്ച് കാണിച്ചു കൊടുക്കുവാനുമാണ്. ഇങ്ങനെ പക്ഷേ ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളിൽ പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടലുകൾ ഉണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ എന്ന് പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളിലും മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله لوجدوا فيه اختلافا كثيرا. സ്വന്തം കൈകൾ കൊണ്ട് ചില ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി ഇവ ദൈവികമാണ് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് നാശം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചക പ്രബോധനങ്ങളിൽ മാറ്റമുണ്ടായി എന്നും കളങ്കങ്ങൾ ഉണ്ടായി എന്നും മനുഷ്യരുടെ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടായി എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതനുസരിച്ച് ഇന്ന് നിലനിൽക്കുന്ന ക്രിസ്തു മതം, ക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങൾ, സാറ് പറഞ്ഞതിനെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ക്രിസ്തു പഠിപ്പിച്ചത് പൂർണ്ണമായും നന്മയാണ്. ക്രിസ്തു പഠിപ്പിച്ചത് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നാണ്. ക്രിസ്തു പഠിപ്പിച്ചതിനെ അതേപോലെ ആരെങ്കിലും ഫോളോ ചെയ്താൽ തീർച്ചയായും അവർ യഥാർത്ഥത്തിൽ നന്മയുടെ പാതയിലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. അതേസമയം ക്രിസ്തുവിന് ശേഷം, ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പലരും ക്രിസ്തുവിന്റെ പേരിൽ ഉണ്ടാക്കിയ ആശയങ്ങൾ അത് ഫോളോ ചെയ്താൽ അത് ക്രിസ്തുവിന്റെ ആദർശമല്ല എന്നതുകൊണ്ട് തന്നെ, അതിന് വെളിപാടുകളുടെ പിന്തുണയില്ല എന്നതുകൊണ്ട് തന്നെ അത് സ്വർഗപ്രവേശത്തിന് കാരണമാകില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കും. ഉദാഹരണത്തിന് വിഷയം ചോദിച്ചതുകൊണ്ട് കൃത്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് ക്രൈസ്തവ ലോകത്തിന്റെ അടിസ്ഥാന ദൈവസങ്കല്പം ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്നു പേരും ചേർന്ന ഏകദൈവത്വം എന്നുള്ള ആശയം. ക്രിസ്തുവിനോട് വന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏത് എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ. ക്രിസ്തുവിനോട് വന്നൊരു ഫരിസേയരിൽപ്പെട്ട വേദജ്ഞാനി ചോദിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? അദ്ദേഹം ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടുകൂടെയും സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഇത് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-30 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം 31-ാമത്തെ വചനം പറയുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കും. ഇവിടെ ഒന്നാമത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നുള്ള ആശയം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നുള്ള ആശയം. ആ ആശയത്തിനെതിരാണ് ത്രിത്വ സിദ്ധാന്തം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
ക്രിസ്തു പഠിപ്പിച്ചത് ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്നും ആ സ്രഷ്ടാവിന്റെ ദാസന്മാരിൽപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട ഒരാളാണ് ക്രിസ്തു അടക്കമെന്നുമുള്ള ആശയമാണ് എന്നും, എന്നാൽ പിൽക്കാലഘട്ടത്തിൽ സഭയുടെ തിരുത്തലായി കടന്നു വന്ന ആശയമാണ് ത്രിയേകത്വം എന്നും പരിശുദ്ധ ഖുർആൻ പറയും. ആ ഖുർആൻ തന്നെ പറയും, ത്രിത്വത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കണം, ക്രിസ്തു പഠിപ്പിച്ച ആശയത്തിലേക്ക് പോകണം. ഖുർആൻ ഒരുപാട് തവണ പറയുന്നുണ്ട്. ഖുർആൻ തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും സാറ് പറഞ്ഞതുപോലെ നന്മ എന്നത് ക്രിസ്തു പഠിപ്പിച്ചത് നന്മയാണെങ്കിൽ, തീർച്ചയായും ക്രിസ്തു പഠിപ്പിച്ചത് രക്ഷയുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വർഗത്തിന്റെ മാർഗമാണെങ്കിൽ ആ ക്രിസ്തുവിന്റെ മാർഗം പിൻപറ്റണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുക. ക്രിസ്തുവിന്റെ പേരിൽ പിൽക്കാലഘട്ടത്തിലുള്ളവർ പറഞ്ഞ മാർഗമെന്നല്ല. ഇതേപോലെ തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അന്തിമ പ്രവാചകനാണ്. ആ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞത്, മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് അതേപോലെ പിൻപറ്റുകയാണെങ്കിൽ രക്ഷയുണ്ട്. മുഹമ്മദ് നബിയുടെ പേരിൽ ഒരു 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ നേരത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞതുപോലെ ഭീകരത നബിന്റെ പേരിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും അതിന് ഇസ്ലാമികമായ അടിത്തറയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അത് നബി പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ്, നബി പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ഇതേപോലെ നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും, പക്ഷേ നന്മ പ്രവാചകന്മാരിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാകണം. അവിടെ ഇസ്ലാം കാണുന്ന ഏറ്റവും വലിയ തിന്മ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം കാണുന്ന ഏറ്റവും വലിയ തിന്മ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ഏറ്റവും വലിയ തിന്മയാണ്. ആ തിന്മ ഏറ്റവും വലിയ തിന്മയായി ഇസ്ലാം കാണുന്നത് സൃഷ്ടികർത്താവല്ലാത്തവരെ ആരാധിക്കുന്നതാണ്, അവരോട് പ്രാർത്ഥിക്കുന്നതാണ്. അത് പ്രവാചകന്മാർ മുഴുവൻ ബൈബിളും അതേപോലെ തന്നെ ഭാരതീയ വേദങ്ങളും എല്ലാം പരിശോധിച്ചാൽ കാണുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ തിന്മയായി, ഏറ്റവും വലിയ മോശമായ പണിയായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തിന്റെ പേരിലാണെങ്കിലും, ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും, അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിലും, സ്രഷ്ടാവിനെ അല്ലാത്തവരെ ആരാധിക്കുന്ന, സ്രഷ്ടാവിനെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതത്തിന്റെ അടിവേരറുക്കലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ടാണ് സ്രഷ്ടാവിനെ അല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയുന്നത്. എന്ന് ഖുർആൻ പറയുന്നത് ഈ ഒരു തലം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ താങ്കളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: നന്മ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നന്മ ചെയ്തവർക്കുള്ളതാണ് സ്വർഗം. പക്ഷേ ആ നന്മക്ക് വെളിപാടുകളുടെ അടിത്തറയുണ്ടാകണം. വെളിപാടുകളുടെ അടിത്തറ എന്ന് പറയുമ്പോൾ ഇന്ന് ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്ന അന്നത്തെ ആളുകൾക്ക് തീർച്ചയായും രക്ഷയുണ്ടായിരുന്നു, രക്ഷയുണ്ട്, സ്വർഗപ്രവേശമുണ്ട്. ഇന്ന് ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതേപോലെ ഉപലബ്ധമല്ലാത്ത അവസ്ഥാവിശേഷമാണുള്ള ജീവിതത്തിന്റെ എല്ലാ വശത്തേക്കുമുള്ള. അവിടെയാണ് ക്രിസ്തു പോലും മുന്നറിയിപ്പ് നൽകിയ, ക്രിസ്തു പോലും സുവിശേഷം അറിയിച്ച പ്രവാചകനായ അന്തിമ പ്രവാചകനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ക്രിസ്തു തന്റെ ഉപദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നത് നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ 7 മുതൽക്കുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഞാൻ വരാനുള്ള ഒരാളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഞാൻ പോകാഞ്ഞാൽ സഹായകൻ നിങ്ങൾക്ക് അടുക്കിലേക്ക് വരില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും, അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിനും നയിക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലൂടെയും നയിക്കും, അവൻ ലോകത്തെ തിന്മയെയും പാപത്തെയും ന്യായവിധിയെയും നീതിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തും തുടങ്ങിയ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ക്രിസ്തു സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകനാണ്. ലോകത്തിന് മുഴുവനും നന്മയെ പഠിപ്പിക്കാൻ വേണ്ടി, തിന്മയെക്കുറിച്ച് വ്യക്തമായ വിവരം നൽകുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ പാത തന്നെയാണ് മുഹമ്മദ് നബിയുടെയും പാത. ക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങളെ പിന്തുടരണം എന്നുള്ളവർക്ക് കളങ്കരഹിതമായി ഇന്ന് ക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങൾ ലഭിക്കുക നബി വചനങ്ങളിലാണ്, പരിശുദ്ധ ഖുർആനിലാണ് എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിക്കുന്നത്. എൻ്റെ പേര് മാത്യു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഇവിടെ എൻ്റെ അറിവനുസരിച്ച് ഇസ്ലാം മതം ഏക ദൈവത്തിലും ഏക സൃഷ്ടാവിലും ഏക അള്ളാഹുവിലും പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മതമാണ്.
അങ്ങനെയുള്ള ഒരു മതം, ആ മതത്തില് വിഭാഗീയത കണ്ടുവരുന്നു. വിഭാഗീയത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ അതൊരു 15 ഗ്രൂപ്പുകൾ ഇപ്പോഴുണ്ട്. ക്രിസ്ത്യാനികളുടെ ഗ്രൂപ്പിലാണെങ്കിൽ 568 ഗ്രൂപ്പുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഗ്രൂപ്പിൽ 15 ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ഗ്രൂപ്പുകളുണ്ടായി? രണ്ടാമത്തെ ചോദ്യം, ഈ ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ മുസ്ലിങ്ങളിലെ എത്ര ശതമാനം ആൾക്കാർ കേൾക്കുന്നതും അറിയുന്നതും അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നു? മാത്യു സാർ വളരെ അദ്ദേഹത്തിൻ്റെതായ അറിവ് വെച്ചുകൊണ്ട് വളരെ നിഷ്കളങ്കമായി ചോദിച്ച ചോദ്യങ്ങൾ രണ്ടും പ്രസക്തമാണ്. ഒന്നാമത്തേത്, ഇസ്ലാം അനുസരിച്ച് ഇസ്ലാം ഒരു സ്രഷ്ടാവിലും, രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം മറന്നുപോകും, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഒറ്റ ചോദ്യം ചോദിക്കണം എന്ന് പറയാം. ഇസ്ലാം ഒരൊറ്റ സ്രഷ്ടാവിൽ മാത്രം വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആശയമാണ്. എന്നിട്ടും എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിലെ ഗ്രൂപ്പുകൾ നടന്നു? നേരത്തെ ചന്ദ്രൻ സാറുടെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് മാത്യു സാറുടെ ചോദ്യത്തിനുള്ള ഉത്തരം. മുസ്ലിങ്ങൾ എന്നത് ഇസ്ലാം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകുന്നില്ല. ഇസ്ലാം എന്നാൽ ഒരു ജീവിത ദർശനമാണ്. നിങ്ങൾ ആ പദം തന്നെ എടുത്തു നോക്കുക. നിങ്ങൾക്ക് ആ പദത്തിൽ തന്നെ ചില സവിശേഷതകൾ കാണാൻ കഴിയും. ഇപ്പൊ നമുക്ക് ക്രിസ്തു മതം, ക്രിസ്തു എന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്രിസ്തു എന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഒരാൾ ഇന്നലെ വരെ ശ്രീരാമനെ ആരാധിച്ചിരുന്നു. ഇന്ന് ശ്രീരാമ പൂജ നിർത്തി ഇന്ന് മുതൽ ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങുന്നു. അയാൾ അപ്പോൾ ക്രിസ്ത്യാനിയാകും. ഇത് പിന്നെ ബുദ്ധമതം, അതേപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തി പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മതങ്ങളുടെ എല്ലാം ഏകദേശമായ അവസ്ഥ. പിന്നെ നമുക്ക് ലോകത്ത് കാണാൻ ഹിന്ദുമതം പറയാറുണ്ടെങ്കിലും ഹിന്ദുമതം എന്ന് പറയുമ്പോൾ സപ്ത സിന്ധുവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ശബ്ദം. ജൂതമതം ഒരു ക്ലാൻ, ഒരു എന്താ പറയാ, ഒരു തറവാടുമായി, ഒരു ഗോത്രവുമായി ബന്ധപ്പെട്ട പേര്. ഇസ്ലാം എന്ന ശബ്ദത്തിൽ ഇതൊന്നുമില്ല. വ്യക്തിയുടെ പേരില്ല, ഗോത്രത്തിന്റെ പേരില്ല, വിഭാഗത്തിന്റെ പേരില്ല, പ്രദേശത്തിന്റെ പേരില്ല, ഒന്നുമില്ല. ഇസ്ലാം എന്ന ശബ്ദത്തിന് തന്നെ ഒരു സവിശേഷത ഉണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ്. മുസ്ലിം എന്ന ശബ്ദത്തിനർത്ഥം സമർപ്പിച്ചവൻ. സമർപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ മുസ്ലിമിന്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഇപ്പോഴത്തെ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 14 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇസ്ലാം നില. നേരത്തെ ആരോ ചോദ്യം ചോദിച്ചു പറഞ്ഞു, ഞാനത് പറയാൻ വിട്ടുപോയി. 14 നൂറ്റാണ്ടുകളായിട്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത്. ഇസ്ലാമികമായ വീക്ഷണപ്രകാരം അന്ന് മനുഷ്യൻ തുടങ്ങിയോ അന്ന് മുതൽ ഇസ്ലാം ഉണ്ട് എന്ന്. കാരണം മനുഷ്യർക്ക് അന്നത്തെ മാർഗദർശനം ദൈവം പ്രവാചകന്മാരിലൂടെ നൽകി. അന്നത്തെ മാർഗദർശനം അതനുസരിച്ച് അവർ ജീവിച്ചപ്പോ അവർ മുസ്ലിങ്ങളായി. അത് ഇസ്ലാമാണ്. ഇപ്പൊ യേശു പഠിപ്പിച്ചത് ഇസ്ലാമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. മോശ പഠിപ്പിച്ചത് ഇസ്ലാമാണെന്നാണ്. ഭാരതീയ പ്രവാചകന്മാർ പഠിപ്പിച്ചത് ഇസ്ലാമാണെന്നാണ്. എന്താ കാര്യം? അവരെല്ലാവരും പറഞ്ഞത് എന്താ? സ്രഷ്ടാവായ ഏകനായ ദൈവത്തെ അറിയണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഈ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. അപ്പോ ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരാൾ മുഹമ്മദ് അക്ബർ ആവുക എന്നോ, ഒരാൾ നസീർ ആവുക എന്നോ, ഒരാൾ മുഹമ്മദ് ബഷീർ ആവുക എന്നൊന്നുമല്ല അർത്ഥം. മറിച്ച് അയാളുടെ ജീവിതത്തിൽ ദൈവിക മാർഗനിർദ്ദേശം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ പിന്നെ എന്തുകൊണ്ടാ വിഭാഗീയത? അവിടെ സ്വാർത്ഥത കടന്നു വരുന്നതുകൊണ്ട്. നേരത്തെ പറഞ്ഞ പ്രശ്നം ഇതെല്ലാം ഉണ്ടെങ്കിലുണ്ട്. ഞാൻ ദൈവവിശ്വാസിയാണെന്ന് പറയുന്നു, മതവിശ്വാസിയാണെന്ന് പറയുന്നു. പക്ഷെ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ മതവിശ്വാസിയല്ല, മതനിഷേധിയാണ് ഞാൻ. എന്താ കാര്യം? ഞാൻ മതവിശ്വാസത്തിന്റെ എല്ലാ ചിഹ്നമുണ്ട്, താടിയുണ്ട്, 5 നേരത്തെ നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ മനസ്സിലേക്ക് മതം കടന്നിട്ടില്ല. എന്റെ വർത്തനങ്ങളിൽ അതില്ല, സ്വഭാവങ്ങൾ അതിലില്ല. ഞാൻ പറഞ്ഞാൽ കളവേ പറയൂ, ചെയ്താൽ അധർമ്മമേ ചെയ്യൂ. ഞാൻ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അതിൽ ചതിയും വഞ്ചനയുണ്ടാകും. അവിടെ എന്റെ ജീവിതത്തിൽ ഇസ്ലാം ഇല്ല. ഇവിടെ ഇങ്ങനത്തെ ആളുകൾ കൂടുമ്പോ അവർക്കനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാകും.
അപ്പോ വിഭാഗങ്ങൾ ഉണ്ടാവും. 15 മാത്യു സാറുടെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. 15 ഒരുപാട് വിഭാഗങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ ഇസ്ലാമിൽ വിഭാഗമില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആൻ ഒന്നാണ്. അതേപോലെ തന്നെ ഖുർആന്റെ ജീവിത രീതിയായ നബിയുടെ ചര്യയും ഒന്നാണ്. ആ നബിയുടെ ചര്യയിലേക്കും ഖുർആനിലേക്കും മനുഷ്യർ മടങ്ങിക്കഴിഞ്ഞാൽ അവിടെ വ്യത്യസ്ത വിഭാഗങ്ങൾ അപ്രസക്തമാകും, സ്വാഭാവികമായി ഒന്നാകും. പക്ഷേ അതിലേക്ക് നമ്മൾ മടങ്ങൂല, മറിച്ച് അതിനെ നമ്മൾക്കനുസരിച്ച് ഇങ്ങോട്ട് മടക്കും. അപ്പൊ വിഭാഗങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഒരു ഉപദേശം, ആ ഉപദേശത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മാറാതെ ആ ഉപദേശത്തെ നമ്മുടെ ഒരു അവസ്ഥ അനുസരിച്ച് ഇങ്ങോട്ട് മടക്കിയാൽ എന്താ സംഭവിക്കുക? പ്രവാചകൻ പഠിപ്പിച്ചു, ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ സ്വത്തിന്റെ 2.5%, അത് നാണയ സമ്പത്താണെങ്കിൽ ഓരോ വർഷവും, കാർഷിക സമ്പത്താണെങ്കിൽ, പ്രോഡക്റ്റീവ് ആണെങ്കിൽ അത്തരം സമ്പത്ത് 10% നിങ്ങൾ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് എടുത്തു വെക്കട്. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, നിങ്ങളുടെ ദാനമല്ല. നിങ്ങളെ പഠിച്ചോനെ ഏൽപ്പിച്ചതാണ് 100 രൂപ. അതില് 97.5 രൂപ നിങ്ങൾക്ക് തന്നതാണ്. 2.5 രൂപ പാവപ്പെട്ടവന്റേത് നിങ്ങളെടുത്ത് ഏൽപ്പിച്ചതാ. അത് അവന് കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ 100 രൂപയും അശുദ്ധമാണ് എന്ന് പഠിപ്പിച്ചു. സക്കാത്ത് അതാണ്. ആ സക്കാത്ത് സമ്പ്രദായം പഠിപ്പിച്ചു. പാവപ്പെട്ടവന് അത് എത്തിക്കേണ്ട രീതി എന്താണെന്ന് പഠിപ്പിച്ചു. പക്ഷേ പൈസ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം കാശ് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങോട്ട് കൊടുക്കാനുള്ള പേടിയും ബേജാറും കൂടും. അപ്പൊ അതിനനുസരിച്ച് പണ്ഡിതന്മാരോട് പറയും അതിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്ന്. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ അവര് എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർക്കനുസരിച്ച് ഇങ്ങോട്ട് വളക്കും. അപ്പൊ ഒരു വിഭാഗം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ നിയമത്തെ അവർക്കനുസരിച്ച് വളക്കാൻ തയ്യാറില്ലാത്തൊരു വിഭാഗവും വളക്കുന്നൊരു വിഭാഗം ഉണ്ടാകും. അങ്ങനെയാണ് വിഭാഗങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലാതെ ഇസ്ലാമിൽ നിന്നല്ല വിഭാഗം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുക. മുസ്ലിങ്ങൾക്കിടയിൽ മനുഷ്യരുടെ ഏത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെയും സവിശേഷതയാണത്, മനുഷ്യന്റെ സവിശേഷതയാണത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാത്തത്? മുസ്ലിങ്ങളിൽ കൂടുതൽ ശതമാനം. അതും ഉത്തരം നേരത്തെ തന്നെ. എത്ര ശതമാനം ഉണ്ട്? ആ ശതമാന കണക്ക് എന്റെ കയ്യിലില്ല. എവിടെയാണെങ്കിലും സ്വാഭാവികമായിട്ട് കുറെ ആളുകൾ ഉണ്ടാകും. തീർച്ചയായും ഇസ്ലാം പറയുന്നത് അത് ഒരു വൈയക്തികമായ മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ആദർശമാണ്. ഒപ്പം തന്നെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്ന ആദർശമാണ്. സാമൂഹ്യമായ ശാന്തിക്കും സമാധാനത്തിനും കാരണമാകുന്ന ആദർശമാണ്. ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശത്തിന്, ശാന്തിയുടെ ഭവനത്തിന് കാരണമാകുന്ന ആദർശമാണ്. അതിന് വ്യക്തി സ്വീകരിക്കുകയാണ് ചെയ്യുക. ഇവിടെ ഞാൻ ഇസ്ലാം ശരിക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്നും അറിയില്ല. എന്റെ ഇസ്ലാം ഞാൻ പടച്ചവന് മാത്രമേ അറിയുള്ളൂ. കാരണം എന്റെ മനസ്സിൽ അതുണ്ടോ എന്ന്. നിങ്ങളുടെ മുന്നിൽ പ്രസംഗകനായി, പ്രഭാഷകനായി ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇസ്ലാമിന്റെ ചിഹ്നമുണ്ട്, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. എന്റെ ലക്ഷ്യം സ്വാർത്ഥ താല്പര്യമാണെങ്കിൽ, എന്റെ ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ പ്രഭാഷകനായി ചമയലാണെങ്കിൽ, എന്റെ മുന്നിൽ ഇതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളാണെങ്കിൽ എന്റെ മനസ്സിൽ ഇസ്ലാമില്ല, എന്റെ സംസാരത്തിൽ ഇസ്ലാമുണ്ട്. ആ മനസ്സിനുണ്ടോ ഇല്ല എന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല. മനസ്സിനെ അളക്കാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല, സൃഷ്ടാവിനെ കഴിയും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിമിനെ യഥാർത്ഥത്തിൽ അളക്കാനുള്ള മാപ്പിനികളൊന്നും നമ്മുടെ കൈകളിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ശതമാനം പറയാൻ കഴിയില്ല. എന്നാൽ സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ഓരോ ജീവിതത്തിന്റെ ഓരോ രംഗത്തെയും സ്വാധീനിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഏറ്റവും സജീവമായ ഒരു ആദർശമാണ് ഇന്ന് ഇസ്ലാം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് മാത്രം. നമസ്കാരം. ഞാൻ ജലാധരൻ, കട്ടാമ്പല സ്വദേശി, റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനൊരു സംവാദം സംഘടിപ്പിച്ച നിശ്ചി ഓഫ് ട്രൂത്തിന്റെ സംഘാടകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനം. പക്ഷേ ഇതിവിടെ പാസ് വെച്ച് ചെറിയൊരു സദസ്സിന്റെ മുന്നിലാണ് അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ്, വമ്പിച്ച ഒരു സദസ്സിന്റെ മുന്നിൽ കൊല്ലത്തൊരു വലിയ ഓഡിറ്റോറിയത്തിൽ, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് വലിയൊരു സത്സംഗമായിട്ട് നടത്തേണ്ടിയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, കൂടുതൽ ആൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുമായിരുന്നു. ഇനി വിഷയം അവതരിപ്പിച്ച പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. അതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഖുറാനിലെ 114 അധ്യായമുള്ള ഖുറാനിലെ പ്രസക്തമായ ചില അധ്യായങ്ങളും ചില വചനങ്ങളും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചോദ്യം. ഞങ്ങളുടെ ഭാരതീയ ദർശനം അനുസരിച്ച് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഭാഗവതവും ശ്രീമദ് ഭാഗവതവും ശ്രീമദ് ഭഗവത്ഗീതയുമാണ്.
അതിൽ ആചാര്യന്മാർ പറയാറുള്ളത് അതിന്റെ ആത്മാവെന്ന് പറയുന്നത് ഭാഗവത്തിന്റെ ആത്മാവെന്ന് പറയുന്ന ഒരു ശ്ലോകം, ഭഗവത്ഗീതയുടെ ആത്മാവെന്ന് പറയുന്നൊരു ശ്ലോകം. അതുപോലെ 114 അധ്യായങ്ങളുള്ള ഖുറാന്റെ ആത്മാവെന്ന് പറയുന്ന ഒരു അധ്യായമുണ്ടോ അല്ലെങ്കിൽ ഒരു വചനമുണ്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക, അതൊന്ന് ചൊല്ലുകയും ചെയ്യുക. മറ്റൊരു സംശയം, മരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, മരണവും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, വളരെ ശ്രദ്ധേയമായി തോന്നി. ഇനി എനിക്ക് സംശയം അതുമായിട്ട് ബന്ധപ്പെട്ട് ജനനത്തിന്റെ ജീവന്റെ തുടിപ്പ് സ്പന്ദനം എങ്ങനെ ഉണ്ടാകുന്നു, ഖുർആൻ അത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? മറ്റൊരു സംശയം, ഞങ്ങളെ ദർശനങ്ങൾ പറയുന്നത് സാത്വിക ആഹാരം ആരോഗ്യപരമായ പരിരക്ഷയ്ക്ക് സാത്വിക ആഹാരം വളരെ പ്രസക്തമാണ്. ആഹാരത്തിനെ കുറിച്ച് ഖുർആൻ എന്തെങ്കിലും നിഷ്കർഷിക്കുന്നുണ്ടോ? മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ സത്യാന്വേഷികളാണ്. ഈ സത്യസാക്ഷാത്കാരം ഇസ്ലാമിക ദർശനം അനുസരിച്ച് ഖുർആൻ അനുസരിച്ച് പോസിബിൾ ആണ്, അല്ലെങ്കിൽ സാറ് പരിപാടി പൊതു സദസ്സിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ലൊരു അഭിപ്രായമാണ് എന്ന് തോന്നി. പക്ഷേ അദ്ദേഹത്തിന് ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഇതേപോലത്തെ ഒരു 10 ആളും കൂടി വന്നാൽ ഏകദേശം ചോദ്യങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെ ആവുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പേടി തോന്നി. മാഷ പറഞ്ഞാണ് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് 4-5 ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് എന്താണ് ആദ്യം പറഞ്ഞതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. ചോദ്യങ്ങളാണ്. തീർച്ചയായും ഞങ്ങൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കാറുണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസിന്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് തുറന്ന് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്. മറ്റേത് ഒരു ഭയങ്കര ഒരു ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു മനസ്സാണ് തുറന്നു കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെ, നിങ്ങൾ അറിയേണ്ട ഇസ്ലാം എന്ന് പറയുന്നത് തീർച്ചയായും ഇസ്ലാമിനെ കുറിച്ച് പല സ്ഥലത്തും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ഈ കേൾക്കുന്നതിലെല്ലാം വല്ല ശരിയുണ്ടോ? നേരത്തെ ഭീകരതയെ കുറിച്ച് ചോദിച്ചു, ഇതേപോലെ ശരിയുണ്ടോ? ഇത് ചോദിക്കാൻ മനസ്സിലാക്കാൻ മലയാളിക്ക് പലപ്പോഴും അവസരമില്ല. അത് തുറന്ന് ചോദിക്കാൻ, തുറന്ന് വിമർശിക്കാൻ, അങ്ങനെ തന്നെ പറയട്ടെ, ഇസ്ലാമിനെ നിങ്ങൾക്ക് വിമർശിക്കാം. ഇസ്ലാമിലെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയാം. ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും താരതമ്യം ചെയ്യാം. നിങ്ങളുടെ വീക്ഷണമാണോ ശരി, അതല്ല പിന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണോ? അതിനാണ് ഇത്തരം കൺഫൈൻഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പ്രത്യേകം സംഘടിപ്പിക്കുന്നത്. പൊതുപരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സാറുടെ ആ നിർദ്ദേശത്തിന് വളരെ നന്ദി. വളരെ സന്തോഷകരമായി സ്വാഗതം ചെയ്യാണ് നിർദ്ദേശം. ഇൻഷാ അല്ലാഹ് അത്തരം പരിപാടികൾ നടക്കുമ്പോൾ പ്രത്യേകം കൊല്ലത്തുള്ള സംഘാടകരോട് സാറെ ക്ഷണിക്കണം എന്നുകൂടി പ്രത്യേകം അഭ്യർത്ഥിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിന്റെ ആത്മാവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാറ് നേരത്തെ പറഞ്ഞപ്പോ പിന്നെ ഭാരതീയ ദർശനങ്ങൾക്ക് ഓരോന്നിനും അവരുടേതായ വീക്ഷണ വ്യത്യാസങ്ങൾ. ഇപ്പോ ഭാരതീയ ദർശനങ്ങളിൽ വേദാന്ത ദർശനം പറയാ ഭഗവത്ഗീതയും ഭാഗവതവും ഒന്നും അല്ല, മറിച്ച് ഉപനിഷത്തുക്കളാണ് ഏറ്റവും കേന്ദ്രം എന്നാണ്. അതേസമയം വേദദർശനം പറയാ വേദങ്ങളാണ് കേന്ദ്രം എന്നാണ്. വൈഷ്ണവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളമാണ് പൊതുവെ ഭഗവത്ഗീതയും ഭാഗവതവുമാണ് അടിസ്ഥാനം എന്നുള്ള വീക്ഷണം. എന്ത് തന്നെയാണെങ്കിലും ഖുർആനിലെ ഓരോ സൂക്തവും സത്യത്തിൽ ഖുർആനിന്റെ ആശയങ്ങൾ സ്രഷ്ടാവിന്റെ വചനങ്ങളാണ് എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അതിലെ പ്രാരംഭ സൂക്തം ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കം എന്ന് വിശദീകരിക്കപ്പെടുന്ന പ്രാരംഭ സൂക്തമാണ് ഖുർആനിന്റെ സത്ത എന്ന് പറയാം. ആ വചനം മാത്രം ഞാൻ ഉദ്ധരിക്കാം. അതിന്റെ വിശദീകരണം എന്നെല്ലാം പറഞ്ഞാൽ മണിക്കൂറുകൾ പറയേണ്ടി വരും. ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. പരമകാരുണികൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് കാരുണ്യം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് അതിനർത്ഥം. അർ റഹ്മാൻ എന്ന അറബി പദത്തിന് അർത്ഥമാണ്. ഇവിടെ നമ്മൾ കാണുന്ന ദുരിതങ്ങൾ പോലും, ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലും ആത്യന്തികമായി പടച്ചവന്റെ കാരുണ്യത്തിന്റെ നിദർശനമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ചുരുക്കത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതാണ്. അർ റഹീം എന്നാൽ കാരുണ്യത്തിന്റെ മൂർത്തി എന്നാണ് അർത്ഥം. അവൻ കാരുണ്യം ഉള്ളവൻ മാത്രമല്ല, കാരുണ്യം പ്രകടിപ്പിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള സൃഷ്ടാവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവിടെ സർവലോകം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നു. ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ പ്രതിഭാസങ്ങളും ഉൾക്കൊള്ളുന്നു. അങ്ങനെയുള്ള സട്ടാവിനാകുന്നു സർവസ്തുതിയും. മാലിക് യൗമുദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ് അവൻ. ഒരു പ്രതിഫല നാളുണ്ട്. മനുഷ്യകർമ്മങ്ങൾക്കെല്ലാം കൃത്യമായി ഫലം ലഭിക്കുന്ന ഒരു നാൾ. ഭൂമിയിൽ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിൽ വെച്ച് കർമ്മങ്ങൾക്ക് കൃത്യമായി ഫലം നൽകാൻ ഒരു ദർശനത്തിനും കഴിയില്ല, ഒരു തത്വശാസ്ത്രത്തിനും കഴിയില്ല, ഒരു ജഡ്ജ്മെന്റിനും സാധ്യമല്ല. ഒരു ജഡ്ജ്മെന്റിനും പറ്റൂല. നിങ്ങൾക്കറിയാം, 10,000-കണക്കിന് മനുഷ്യരെ ഒരു സ്വിച്ച് അമർത്തി ഒരു നിമിഷം കൊണ്ട് കരിച്ചു കളഞ്ഞതാണ് ഹിരോഷിമയിൽ, അല്ലെ? ഇപ്പോഴും അതിന്റെ അനുരണനങ്ങളുണ്ട്. ഇപ്പോഴും ജനിക്കുന്ന ചില കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം എല്ലാം ഉണ്ട്. ഇത് ചെയ്ത വ്യക്തി, അയാളെ പിടിച്ചാൽ, അയാളൊരു കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയാൽ, അയാൾ ചെയ്ത ക്രൂരതക്കുള്ള ശിക്ഷ നൽകാൻ കോടതി തീരുമാനിച്ചാൽ എത്ര കാലം ശിക്ഷിക്കണം, എങ്ങനെ ശിക്ഷിക്കണം, ഏത് രൂപത്തിൽ ശിക്ഷിക്കണം? ഇപ്പൊ അടുത്ത് ബ്രിട്ടനിലൊരു വിധി ഉണ്ടായി. ബ്രിട്ടനിലെ വിധി നിങ്ങൾ ശ്രദ്ധിച്ചു. ഹൈക്കോർട്ടിന്റെ വിധി ഉണ്ടായത് ഒരാളെ 565 കൊല്ലം ജീവപര്യന്തം ശിക്ഷിക്കാൻ, ജയിൽവാസം. 565 കൊല്ലം ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, ഉറപ്പാണ്. പക്ഷേ അയാളുടെ തെറ്റിന്റെ വലിപ്പം കൊണ്ട് അത് അങ്ങനെ വിധിച്ചു എന്ന് മാത്രമേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ പറയുന്ന മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകപ്പെടുന്ന നാളിന്റെ ഉടമസ്ഥൻ, യഥാർത്ഥ പ്രതിഫലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സും ശരീരവും അറിയാവുന്ന, കർമ്മങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അനുരണനങ്ങളും അറിയാവുന്ന, കർമ്മങ്ങൾക്ക് നിമിത്തമായി ഭവിക്കുന്ന മനസ്സിന്റെ ചോദനകളെ അറിയാവുന്ന, പടച്ചവന്റെ നിയന്ത്രണത്തിലുള്ള, ഒരു പൂർണ്ണ നിയന്ത്രണത്തിലുള്ള, യാതൊരു ശുപാർശയും നടക്കാത്ത ഒരു മരണാനന്തര ജീവിതം, അതിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാഥ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ, നേരായ മാർഗത്തിലൂടെ നയിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ച, നിന്റെ പാതയിലൂടെ നടന്ന, നന്മയുടെ വക്താക്കളായി ജീവിതത്തെ മുന്നോട്ട് നയിച്ച ആളുകളുടെ പാതയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നിന്റെ താപ കോപങ്ങൾക്ക് പാത്രമായ ആളുകളുടെയോ വഴി പിഴച്ചവരുടെയോ മാർഗത്തിലല്ല ഞങ്ങളെ ഉൾപ്പെടുത്തേണ്ടത്. ഇതാണ് ഖുർആനിലെ ഏറ്റവും തുടക്കത്തിലെ അധ്യായം. ഇത് ഖുർആനിനെ കുറിച്ച് പ്രവാചകൻ തന്നെ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖുർആന്റെ സത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മുസ്ലിങ്ങൾ ദിവസവും നമസ്കാരത്തിൽ ആവർത്തിച്ച്. രണ്ടാമത്തെ ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്തിന്റെ ചോദ്യം, ഇസ്ലാമിൽ ആഹാരക്രമത്തെ കുറിച്ച് വല്ലതുണ്ടോ? പരിശുദ്ധ ഖുർആനിനെ പോലെ ആഹാരത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള മറ്റേതെങ്കിലും ഗ്രന്ഥമുണ്ടോ എന്നൊരു മതഗ്രന്ഥങ്ങളുണ്ടോ എന്നെ സംശയം. ഖുർആൻ ആദ്യം പറയുന്നു, ആദ്യം ഭക്ഷണക്രമത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം പറയും. കുലു വഷ്റബു വലാ തുസ്രിഫു. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും അമിതമാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണക്രമത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വയറിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന്റെ 1/3 ഭാഗം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, 1/3 ഭാഗം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, 1/3 ഭാഗത്തെ നിങ്ങൾ വെറുതെ ഇടണം. വയറ് നിറച്ച് ഉണ്ണുന്ന ഏർപ്പാടുണ്ടാവും. ഒപ്പം തന്നെ പ്രവാചകൻ ഇതും കൂടി പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ തൃപ്തമായി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ അയൽവാസികൾ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് നിങ്ങൾ സംതൃപ്തമായ രൂപത്തിൽ ഉണ്ണുന്നവർ നമ്മിൽപ്പെട്ടവനെ അല്ല എന്ന് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചു. അത് മറ്റൊരു വിഷയമാണ്. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഏതൊക്കെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാംസാഹാരം നിഷിദ്ധമാക്കിയിട്ടില്ല, എന്നാൽ മാംസാഹാരമാണെങ്കിലും സസ്യാഹാരമാണെങ്കിലുമെല്ലാം നിഷിദ്ധമായ ആഹാരങ്ങളെ വേറെ എടുത്തു പറഞ്ഞു, കഴിക്കാവുന്ന ആഹാരങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇങ്ങനെ ഓരോ വിഷയങ്ങളും പറയുന്നുണ്ട് എന്നർത്ഥം. അതിന്റെ അടിത്തറ ഇതാണ്, നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വിശിഷ്ടമായതാണ്,
നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് നന്മയുണ്ടാക്കുന്നതാണ്. അതല്ലാതെ നിങ്ങളുടെ ശരീരത്തെ ഹനിക്കുന്ന യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രത്യേകമായി മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രത്യേകമായി പുകവലി പാടില്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുവാനുള്ള കാരണം ഇത്തരം കാര്യം നിങ്ങളുടെ ശരീരത്തെ ഹനിക്കുന്ന യാതൊന്നും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റൊരു ചോദ്യം, ജീവൻ എവിടെ നിന്ന് സ്പന്ദിക്കുന്നു, എവിടെ നിന്ന് തുടങ്ങുന്നു, അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അതിന് പറയുന്നുണ്ടോ എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവൻ എന്ന പ്രതിഭാസമാണ്. ആ പ്രതിഭാസം പിന്നെ ഒരു 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 സവിശേഷമായ പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന് എന്താണ് നിമിത്തമാകുന്നത്? നമ്മളെ ശരീരത്തിലെ കലകളിൽ, കോശങ്ങളിൽ ജീവനുണ്ട്. ആ ശരീരകോശങ്ങളിലെ ജീവൻ എന്നത് ഒരു ജൈവിക പ്രതിഭാസമാണ്. സത്യത്തിൽ ഈ കോശങ്ങളിൽ ജീവൻ നിലനിൽക്കുവാൻ കാരണമായി വർത്തിക്കുന്നത് പരിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിൽ പടച്ചവൻ നമുക്ക് ദാനമായി നൽകിയ, നമുക്ക് സവിശേഷമായി നൽകിയ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആത്മാവ് നിലനിൽക്കുന്നിടത്തോളം കാലം ജീവൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ശരീരത്തിൽ നിലനിൽക്കും. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാൽ ജീവൻ മെല്ലെ മെല്ലെ ശരീരത്തിൽ നിന്ന് വിട പറയുവാൻ, ആത്മാവിനോടൊപ്പം ജീവൻ വിട പറയുമെന്നല്ല, മറിച്ച് ശരീരത്തിലെ ഓരോ കോശങ്ങളിലും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസം എന്നുള്ള നിലക്ക് മെല്ലെ മെല്ലെ ആത്മാവ് വിട പറയുന്നതോടുകൂടി ശരീരത്തിൽ നിന്ന് ജീവൻ മെല്ലെ മെല്ലെ പോകുമെന്നുള്ളതാണ് ആ രംഗത്തുള്ള പിന്നെ പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യം. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും തുറന്ന അന്വേഷണത്തിന്, തുറന്ന പഠനത്തിന് എല്ലാം നിമിത്തമാകുന്ന നിങ്ങളുടെ ഇതേപോലെയുള്ള സംശയങ്ങൾ ഇവിടെ നിന്ന് മാത്രമല്ല, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ചോദിക്കാൻ സന്നദ്ധത കാണിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ബ്രഹ്മകുമാരി അനില. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ കൊല്ലം ശാഖയിലെ ആധ്യാത്മിക ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചറാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്ന് പറഞ്ഞല്ലോ. ശാന്തി, സ്നേഹം എന്ന രണ്ട് വാക്ക് വളരെ അടുത്ത ബന്ധമുള്ളതാണല്ലോ. അതിനാൽ നമ്മൾ ഓരോരുത്തരും സ്നേഹം നിറഞ്ഞ ഒരു കുടുംബമായി വർത്തിക്കാൻ അള്ളാഹു എന്നും യഹോവ എന്നും ശിവനെന്നും ഒക്കെ വിളിക്കുന്ന ആ ഒരു ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയാണെങ്കിൽ, ഈശ്വരൻ മംഗളകാരിയാണ്, ദയാഹൃദയനാണ് എന്ന് പറഞ്ഞു. ആ സർവേശ്വരനെ നമ്മുടെ എല്ലാവരുടെയും പരമപിതാവായി, റൂഹിന്റെ രക്ഷകനായി നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യരാശി ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുകയില്ലേ? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബഹുമാനയായ പ്രജാപിത ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരിയായ സഹോദരിയുടെ ചോദ്യം, ഈശ്വരനെ നമ്മളെല്ലാവരും നമ്മുടെ പരമപിതാവായി അംഗീകരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അതനുസരിച്ചുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ലേ എന്ന്. ഇവിടെ ഇസ്ലാമിന് അതിൻ്റെ ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. രണ്ട് തലങ്ങളിലൂടെയാണ് മനുഷ്യർ മാനവികത എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, സ്രഷ്ടാവിനെ അംഗീകരിക്കുകയും അവന്റെ സൃഷ്ടിയാണ് താൻ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് വഴി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഒന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്, മനുഷ്യരെ ദൈവം തമ്പുരാൻ ഖുർആനിലൂടെ സംസാരിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നാം ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്. തീർച്ചയായും നാം ആണ് നിങ്ങളെ എല്ലാം സൃഷ്ടിച്ചത്, ഒരൊറ്റ മാതാവിൽ നിന്നും ഒരൊറ്റ പിതാവിൽ നിന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം സഹോദരങ്ങളാണ് അടിസ്ഥാനപരമായി. അത് വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളും പ്രദേശക്കാരും എല്ലാം ആയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. മേൽവിലാസങ്ങൾ മാത്രമാണ്. നിങ്ങൾ വ്യത്യസ്ത പ്രദേശത്തുകാർ, വ്യത്യസ്ത ദേശക്കാർ, വ്യത്യസ്ത ഗോത്രക്കാരെല്ലാം ആയത് തിരിച്ചറിയാൻ, അല്ലാതെ നിങ്ങൾ ഉന്നതനോ അധമനോ ആകാൻ വേണ്ടിയല്ല.
നിങ്ങളിൽ ഔന്നത്യം ആർക്കാണ്? അതുകൂടി ഖുർആൻ പറഞ്ഞു വെച്ചു. നിങ്ങളിൽ ഔന്നത്യം നിങ്ങളുടെ ജന്മത്തിന്റെ പേരിൽ ഔന്നത്യം അവകാശപ്പെടുന്നവർക്കല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ പടച്ച തമ്പുരാന്റെ അടുക്കൽ ഉന്നതൻ എന്നാൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ മുതലാളിയോ തൊഴിലാളിയോ വെളുത്തവനോ കറുത്തവനോ ഇന്ത്യക്കാരനോ അമേരിക്കക്കാരനോ ഒന്നുമല്ല. മറിച്ച് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വഴി നിങ്ങളുടെ ജീവിതം പരിവർത്തിതമായിട്ടുണ്ടോ? അതാണ് തഖ്വ എന്ന് പറയുക. അങ്ങനെ പരിവർത്തിതമായിട്ടുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളൊരു ഉത്തമനാണ്. നിങ്ങളിൽ ഉന്നതന്മാർ പടച്ചവന്റെ മുന്നിൽ അത്തരം ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് സമഗ്രമായി പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ചുരുക്കത്തിൽ ഒന്നാമത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ സ്രഷ്ടാവിന്റെ സൃഷ്ടികളാണ്. അതോടൊപ്പം തന്നെ സ്രഷ്ടാവിന്റെ സൃഷ്ടികളായതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം അടിസ്ഥാനപരമായി ഏകോദര സഹോദരന്മാരാണ്. ഈ സാഹോദര്യം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് പരിശുദ്ധ ഖുർആൻ അടുത്ത മാർഗം പറയുന്നു. അതെന്താണ്? ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, നിങ്ങൾ മനുഷ്യരെ, അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇനി അടുത്തത് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ മാത്രമാണ്. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി പരിവർത്തിപ്പിച്ച് കൃത്യമായി നിങ്ങൾ ജീവിതത്തെ ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പരിവർത്തിപ്പിക്കപ്പെട്ടവരായി തീരാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തപ്പെടണം. അതിന് അവനെ മാത്രം ആരാധിക്കണം. അവൻ ആരാ? ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അവൻ ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തിന് നിന്ന് ആവശ്യമായ ജലഗണങ്ങൾ ഇറക്കി തന്നവൻ, ആ ജലഗണങ്ങൾ ഉപയോഗപ്പെടുത്തി സസ്യലതാദികളെ ഫലമൂലാദികളെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ, അവനെ നിങ്ങൾ ആരാധിക്കണം. ഈ ആരാധന വഴി അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിൽ ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ എല്ലാമുള്ള ഒരുപാട് ചൂഷണങ്ങളുണ്ട്. ആ ചൂഷണങ്ങളുടെ മുഴുവനും അടിവേരറുക്കപ്പെടുകയാണ്. അവിടെ എന്റെ സ്രഷ്ടാവും ഞാനും മാത്രമേ ഉള്ളൂ. എന്റെ സ്രഷ്ടാവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ ഒരു മധ്യവർത്തിയുടെ, ഒരു ഇടയാളന്റെ, ഒരു ശുപാർശക്കാരന്റെ, ഒരു പുരോഹിതന്റെ ഒന്നും കാര്യമില്ല. എന്നെ കൃത്യമായി അറിയുന്ന പടച്ചവന്റെ മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ ആരാധന എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ ഹൃദയം തുറക്കുകയാണ് പടച്ചവന്റെ മുന്നിൽ, എന്നെ സൃഷ്ടിച്ചവന്റെ മുന്നിൽ, എന്നെ കുറിച്ച് കൃത്യമായി അറിയുന്നവന്റെ മുന്നിൽ. അവിടെ എന്നെ പറ്റി എന്നെക്കാളും അറിയുന്നത് എന്നെ സൃഷ്ടിച്ചവനാണല്ലോ. എന്റെ മനസ്സിൽ പിന്നെ ഒരു തിന്മ കടന്നു വരാൻ യാതൊരു സാധ്യതയില്ല. എന്താ കാര്യം? എന്റെ മനസ്സിൽ ഉള്ള വിചാരങ്ങളെ പോലും കൃത്യമായി അറിയുന്ന പടച്ചവന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആരാധനയിലൂടെ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശം ജീവിതത്തിൽ പുലർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പിന്നെ എല്ലാ സങ്കുചിതത്വങ്ങളിൽ നിന്നും മനുഷ്യർ മുക്തരാകും. ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാമിലെ ആരാധനകൾ നിങ്ങൾ നോക്കുക. ആരാധനകളിൽ ഇതിന്റെ പ്രാക്ടിക്കൽ എസൻസ് ആണ്. അതെങ്ങനെയാ? ഇപ്പൊ നമസ്കാരം ഉദാഹരണത്തിന് 5 നേരവും പള്ളിയിൽ വെച്ച് പുരുഷന്മാർ നിർബന്ധമായും, സ്ത്രീകൾ കഴിയുമെങ്കിലും നിർവഹിക്കേണ്ട കാര്യമാണ് നമസ്കാരം. പള്ളിയിൽ വെച്ച് അങ്ങനെയാ നിസ്കരിക്കുന്നത് പിന്നെ എല്ലാവരും ഒരേ ലെവലിൽ. എന്നിട്ട് ആരൊക്കെയാണ് അതിലുള്ളത്? എല്ലാവരും, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനും വെളുത്തവനും കറുത്തവനും. ആരാണ് ആദ്യം വന്നിച്ചല്ല? ആർക്ക് നേതൃത്വം വഹിക്കുന്നത്? ആരാ നേതൃത്വം വഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ വിവരമുള്ളയാൾ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കേരളത്തിലുള്ള സാമൂഹ്യ വിപ്ലവത്തിന്റെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം, നവോത്ഥാനത്തിന്റെ വിത്തുകൾ കടന്നു വരുന്നത് ഈ ആശയങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് ഇവിടെ ഇസ്ലാം, ഇവിടെ എന്റെ സഹോദരി ഇവിടെ സൂചിപ്പിച്ച ആ ഒരു പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ട് കണ്ട് കാണിക്കാം.
ഇതോടൊപ്പം തന്നെ അടുത്ത എന്താ? സക്കാത്താണ്. ഇത് സക്കാത്ത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കേവലമായ ഒരു ധർമ്മമല്ല, മറിച്ച് എന്റെ സ്വത്ത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ സ്വത്ത്, ആ സ്വത്ത് പാവപ്പെട്ടവന് കൊടുക്കണം എന്നല്ല, പാവപ്പെട്ടവൻ അതിൽ റൈറ്റ് ഉണ്ടെന്നാണ്, അവകാശമുണ്ട്. അതൊരു വല്ലാത്ത ഒരു പ്രയോഗമാണ്. നിന്റെ സ്വത്ത് നിന്നെ ഏൽപ്പിച്ചതാണ് പടച്ചവൻ, നീ അധ്വാനിച്ചതാണ് ശരി, പക്ഷെ നിന്നെക്കാളും അധ്വാനിക്കാൻ കഴിയുന്നവന് നിന്റെ മാതിരി സ്വത്ത് കിട്ടുന്നില്ലല്ലോ. നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശരി, പക്ഷെ നിന്നെക്കാളും ബുദ്ധിമാനായ ആളെക്കാളും സ്വത്ത് നിന്റെ കയ്യിലുണ്ടല്ലോ. എങ്കിൽ നിന്നെ ഏൽപ്പിച്ചതാണ് പടച്ചവൻ ഈ സ്വത്ത്, അതിന്റെ ഒരു നിശ്ചിത ശതമാനം പാവപ്പെട്ടവൻ്റെതാ, അവന് കൊടുത്തേ പറ്റൂ. ഇവിടെ എന്താന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ മുതലാളി, ഞാൻ സ്വത്തുള്ളവൻ അഹങ്കാരി, പാവപ്പെട്ടവൻ അവൻ അധമൻ എന്നുള്ളൊരു ബോധത്തെയാണ് അവിടെ ചികിത്സിക്കുന്നത്. ഇതേപോലെ തന്നെ വ്രതാനുഷ്ഠാനം, ഹജ്ജ് കർമ്മം അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, എന്റെ സഹോദരി പറഞ്ഞ ആ മാനവികതാ സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പം പ്രയോഗവൽക്കരിക്കപ്പെടണമെങ്കിൽ സൃഷ്ടാവായ തമ്പുരാൻ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെടാൻ അവിടെ അവന് എന്ത് പേര് പിടിക്കുന്നു എന്നതല്ല, പക്ഷെ അവൻ തന്നെയാകണം. നമ്മൾ ആരെങ്കിലും പിടിച്ചിട്ട് അവൻ സൃഷ്ടാവാന്ന് വിചാരിച്ചിട്ട് അവനെ ആരാധിക്കലല്ല, മറിച്ച് സൃഷ്ടാവാകണം നമ്മൾ ആരാധിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ളവനെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ ആത്മീയമായ ചങ്ങലക്കെട്ടുകൾ മുഴുവനും പൊട്ടിച്ചെറിയപ്പെടുന്നു. പൗരോഹിത്യത്തിന്റെ ഇടപെടലില്ലാതെ നമ്മളും നമ്മളെ സൃഷ്ടിച്ച നാഥനും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് ആൾ ദൈവങ്ങളും അതേപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള വ്യാജ ദൈവങ്ങളും പുറത്തേക്ക് കിടക്കുന്നു. അവിടെ യഥാർത്ഥത്തിലുള്ള നാഥൻ, നമ്മുടെ സൃഷ്ടാവ് മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇതാണ് ആ രംഗത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സഹോദരി പറഞ്ഞ മാനവികത എന്ന ആശയത്തോട് ഇസ്ലാം യോജിക്കുന്നു. പക്ഷെ ആ മാനവികത പ്രയോഗവൽക്കരിക്കുന്നതിന് ഇസ്ലാമിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. അത് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു ദർശനത്തിൽ ഊന്നിക്കൊണ്ടാണ് മാനവികതയുടെ പ്രയോഗവൽക്കരണം നടക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, കൊല്ലത്ത് താമസിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രസംഗികൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എല്ലാം പറയുകയുണ്ടായി. പ്രാസംഗികൻ പറയുകയുണ്ടായി, മരണം ഒരു യാഥാർത്ഥ്യമാണെന്നും മരണത്തിന് ശേഷമുള്ള ജീവിതവും ഒരു യാഥാർത്ഥ്യമാണെന്നും സ്വർഗം നരകം ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്നും പറയുന്നു. ഒരു സംഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ മനുഷ്യന്റെ പരിമിതമായ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമാകുന്നത്. മരണം എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്, കാരണം നമ്മളത് അനുഭവിക്കുന്നു. പക്ഷെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം യാഥാർത്ഥ്യമാണെന്ന് പറയുവാനുള്ള അടിസ്ഥാനം എന്താണ്? മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്ന് പറയാനുള്ള അടിസ്ഥാനം എന്താണ് എന്നാണ് ബഹുമാന്യനായ സിവിൽ എഞ്ചിനീയറായ മുഹമ്മദ് അഫ്സലിന്റെ ചോദ്യം. യാഥാർത്ഥ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സങ്കല്പം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് തലത്തിലേക്ക് ഇറങ്ങി വന്നോ എന്നൊരു ആശങ്കയുണ്ട്. എന്താന്ന് വെച്ചാൽ, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്നത് എന്നൊരർത്ഥമില്ല. ഇന്ദ്രിയങ്ങൾക്ക് പുറത്തും യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കാൻ കഴിയുന്നത്, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ പദാർത്ഥ ലോകത്തെ തന്നെ ചെറിയ ലോകത്തെ കുറിച്ച് മാത്രമാണ്. ഇപ്പോ നമ്മുടെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതമായ കഴിവുകളുള്ള ചില ചില ഓർഗൻസ് മാത്രമാണ്. കണ്ണ് വിബ്ജിയോറെ നമുക്ക് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. വിബ്ജിയോറിനപ്പുറത്ത് അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും ഉണ്ട്. നമ്മുടെ അനുഭവത്തിലേക്ക് അത് വരില്ല. അതുണ്ടാക്കുന്ന പ്രതിഫലനം മാത്രമാണ് നമ്മൾക്ക് അളന്നുകൊണ്ടാണ് നമ്മൾ വിബ്ജിയോർ, പിന്നെ അൾട്രാ വയലറ്റിനെയും ഇൻഫ്രാറെഡിനെയും എക്സ്റേസിനെയും എല്ലാം കുറിച്ച് മനസ്സിലാക്കുന്നത്.
20 മെഗാഹെർട്സിനും 20,000 മെഗാഹെർട്സിനും നടുവിലുള്ള ആ തരംഗദൈർഘ്യമുള്ള ഈ ഫ്രീക്വൻസിയുള്ള സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ കഴിയും. അതിനർത്ഥം അതിനപ്പുറത്തും ഇപ്പുറത്തും സൗണ്ട് ഇല്ല എന്നല്ല. അതിനപ്പുറത്തും ഇപ്പുറത്ത് സൗണ്ട് ഉണ്ടെന്ന് മാത്രമല്ല, നമ്മളെക്കാളും കേൾക്കാൻ കഴിയുന്ന ജീവികളുണ്ട്. വവ്വാലിന് നമ്മളെക്കാളും ശബ്ദവീജികളെ കേൾക്കാൻ കഴിയുന്ന ജീവിയാണ്. അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തും യാഥാർത്ഥ്യങ്ങൾ. ഇനി ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം അനുഭവപ്പെടുമല്ലോ. ഇതെല്ലാം ഇപ്പൊ ഇൻഫ്രാറെഡ് ആണെങ്കിൽ അനുഭവപ്പെടാം, അതിന് മറ്റു മാർഗങ്ങളുണ്ട്, അതിന്റെ പ്രതിഫലനങ്ങളുണ്ട്. പക്ഷെ ഈ അനുഭവം എന്നുള്ളത് തന്നെ നമ്മുടെ ലോകവീക്ഷണത്തിൽ വളരെ പരിമിതമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഫിസിക്സ് പറയുന്നത് പ്രപഞ്ച വികാസ സിദ്ധാന്തമാണ്. ഫിസിക്സിന്റെ പുതിയ ലോകസങ്കല്പം മാറ്റിമറിയാൻ പോവാണ്. അടുത്ത സേണിൽ നടന്ന പുതിയ ഗവേഷണങ്ങൾ വഴി എന്താ പ്രകാശത്തെക്കാൾ പ്രവേഗമുള്ള ന്യൂട്രിനോകളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവകാശവാദം. അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം വികസിക്കുന്നു എന്ന യാഥാർത്ഥ്യമായി ശാസ്ത്രലോകം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചം വികസിക്കുന്നുണ്ടെങ്കിൽ 1400 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നമ്മുടെ ഒരു ഗാലക്സി, ആ ഗാലക്സി നമ്മോട് പ്രകാശത്തോടടുത്ത പ്രവേഗത്തിൽ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗാലക്സി എത്ര ശക്തമായ കഴിവുള്ള എത്ര ശക്തമായ ടെലസ്കോപ്പുകൾ നമ്മൾ കണ്ടുപിടിച്ചാലും ഒരിക്കലും ആ ഗാലക്സി നമുക്ക് കാണാൻ കഴിയില്ല. അതിനപ്പുറത്തുള്ള പ്രപഞ്ചം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രപഞ്ചം അതിന്റെ ഒരു എത്ര ശതമാനം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന്. ഇപ്പോ നമ്മൾ 10,000 കോടിയോളം ഗാലക്സികളെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്തൊരു പ്രപഞ്ചം ഉണ്ട്. ഇനി സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് വന്നാലോ, സൂക്ഷ്മ പ്രപഞ്ചം ആറ്റോമിക് ഫിസിക്സിലെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പ്രിൻസിപ്പിളാണ് ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ചിലപ്പോൾ നിങ്ങളെല്ലാം പിന്നെ എന്റെ എഞ്ചിനീയർ സാറ് ചിലപ്പോ പിന്നെ 12th പഠിച്ചിട്ടുണ്ടാവും. ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹീസിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ആറ്റോമിക ലോകത്തെ, ന്യൂക്ലിയർ ലോകത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. ഹീസിൻബർഗിന്റെ അൺസർട്ടൻ പ്രിൻസിപ്പിൾ ഒരു പ്രിൻസിപ്പിളാണ്, ഫിസിക്സിലെ ഒരു പ്രിൻസിപ്പിളാണ്, അനിശ്ചിതത്വ സിദ്ധാന്തം. എന്താണത്? ഒരിക്കലും തന്നെ ഒരു ഇലക്ട്രോണിന്റെ മൊമെന്റവും അതിന്റെ സ്ഥാനവും ഒരേ സമയത്ത് നിർണയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോണിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, ആറ്റത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, പദാർത്ഥ ലോകത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർ എത്ര വികസിച്ചാലും കഴിയില്ല എന്നത് ഒരു സിദ്ധാന്തമാണ് ഇന്ന് ശാസ്ത്രലോകത്ത്. അപ്പോ മനുഷ്യന്റെ അനുഭവത്തിലുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതേതായാലും ശരിയല്ല. ഇനി എങ്ങനെയാണ് പരലോകം യാഥാർത്ഥ്യമാണെന്ന് പറയാം? നല്ലൊരു ചോദ്യമാണ്. മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണെന്ന് എത്ര ഉറപ്പ്? മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? യാഥാർത്ഥ്യമാണെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയണം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാൻ സാധാരണയായി ഒരു കഥ പറയാറുണ്ട്. ഒരു കുളത്തിൽ കുറെ മത്സ്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മത്സ്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കെ ആ മത്സ്യങ്ങളിൽ ഒന്നിന്റെ മുന്നിൽ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ആ ഇര കടിക്കാൻ വേണ്ടി, അത് അകത്താക്കാൻ വേണ്ടി അത്യധികം ആവേശത്തോടുകൂടി ആ മത്സ്യം നീന്തി അടുക്കുമ്പോ അവിടെ തവള വരും. തവള പറയുന്നു, മീനെ അത് കടിക്കരുത്. അത് കടിച്ചാൽ ആ ഇരക്കുള്ളിൽ ഒരു കൊളുത്തുണ്ട്, അതിന് ചൂണ്ട എന്ന് പറയും. ആ ചൂണ്ടക്കൊളുത്ത് അതിൽ വെച്ചിട്ടുണ്ട്. ചൂണ്ടക്കൊളുത്തിന്റെ തലയിൽ ഒരു കയറുണ്ട്. ആ കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്. വടിയും പിടിച്ചിട്ട് മനുഷ്യൻ തന്നെ ജീവി കരയിലുണ്ട് ഇരിക്കുന്നത്. നീ അത് കടിച്ചാൽ നിന്റെ ചെകിളയിൽ അത് കുടുങ്ങും. കുടുങ്ങിയാൽ നിന്നെ വലിച്ചെടുക്കും മനുഷ്യൻ. ആ മനുഷ്യൻ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നീ ചത്തുപോകും. ഈ വെള്ളത്തിൽ നിന്ന് പുറത്തു പോയാൽ നീ ചത്തുപോകും. നീ ചത്തുപോയാൽ നിന്റെ ശരീരവുമായി മനുഷ്യൻ എന്ന ജീവി അവന്റെ വീട്ടിലേക്ക് പോകും. വീട്ടില് ഭീകരയായ ഭാര്യ എന്ന മറ്റൊരു ജീവി ഇരിക്കുന്നുണ്ട്. അവൾ കത്തിയെടുത്ത് നിന്റെ ശരീരത്തെ നുറുക്കി നല്ല മുളകിട്ട് ചീനച്ചട്ടിയിൽ വെച്ച് പൊരിച്ചെടുത്ത് അയാളും ഭാര്യയും മക്കളും കൂടി തിന്നും. ഇത് പറയുമ്പോ മത്സ്യം പറയാണ്, എന്ത് ഈ വെള്ളത്തിനപ്പുറത്ത് ഒരു കര, അവിടെ ഒരു മനുഷ്യനോ
കുറച്ചുകൂടി യുക്തിവാദം കൂടിയ മത്സ്യമാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, എന്ത് ചീനച്ചട്ടിയിൽ നിന്ന് മടങ്ങി വന്ന ഏതെങ്കിലും മത്സ്യത്തെ കാണിച്ചു തരാൻ പറ്റും? ഇതൊന്നുമില്ല. ഇതിനെല്ലാം ഉത്തരമില്ല എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മത്സ്യത്തിന്റെ അന്വേഷണം എന്താകണം? ആദ്യം പറഞ്ഞതുപോലെ ഒന്നാമത് മത്സ്യം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, അവൻ ഒരു കുളത്തിലാണുള്ളത് എന്നും കുളത്തിന് അകത്ത വിവരമേ അവനുള്ളൂ എന്നും അതിനപ്പുറത്തും ലോകം ഉണ്ടാകാം എന്നുമാണ്. ഉണ്ട് എന്നല്ല, ഉണ്ടാകാം. അല്ല, ഞാൻ മുഴുവനും പറയട്ടെ സർ, നിങ്ങള് അങ്ങനെ റിയാക്റ്റീവ് ആവല്ലേ, പറഞ്ഞു കഴിയട്ടെ, നിങ്ങൾക്ക് പറയാലോ, റിയാക്ട് ചെയ്യാലോ. തീർച്ചയായും ഇവിടെ ഒന്നാമത്തേത്, അവിടെ മത്സ്യത്തിനുണ്ടാകേണ്ടത് ഏതാണ്? അങ്ങനെ ഇങ്ങനെ ഉണ്ടാകാം, മറ്റൊരു ലോകം ഉണ്ടാകാം. ആ ഉണ്ടാകാം എന്ന വിശ്വാസം തന്നെ തുടങ്ങുന്നത്. ഉണ്ടാകാം, ഉണ്ടെങ്കിൽ ഈ തവളയാണ് അതിനെക്കുറിച്ച് എനിക്ക് വിവരം തന്നിട്ടുള്ളത്. തവള വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലോകമുണ്ട്, കര എന്നൊരു ലോകമുണ്ട്, അവിടെ മനുഷ്യനുണ്ട് എന്നെല്ലാം തവളയാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ലോകം ഉണ്ടെങ്കിൽ ആ ലോകത്തെ കുറിച്ച് തവളക്ക് വിവരം, എനിക്കേതായാലും വിവരം കിട്ടൂല. വിവരം കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കണം. രണ്ടാമത് ചെയ്യേണ്ടതാണ്, ഒരു കേവല വിശ്വാസത്തെ വസ്തുതയായി മാറ്റുന്ന ശാസ്ത്രീയമായ ഒരു രീതിയുണ്ട്. ശാസ്ത്രീയമായ രീതിയാണ് ഞാനിപ്പോ പറയുന്നത്. അതെന്താണ്? ഈ തവളക്ക് അതിനുള്ള കഴിവുണ്ടോ? നമ്മൾ അനലൈസ് ചെയ്യുന്നു. മത്സ്യം അനലൈസ് ചെയ്യുമ്പോ മത്സ്യത്തിന് മനസ്സിലാകുന്നു തവളക്ക് കരയിലും കടലിലും ജീവിക്കാൻ, വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തതായി മത്സ്യം അന്വേഷിക്കേണ്ടത് എന്താണ്? ഈ തവള പറഞ്ഞത് ശരിയാണോ എന്ന് നേർക്കുനേരെ അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ തവള ഇങ്ങനെ പുറത്തുകൂടി തവളക്ക് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പോകാൻ കഴിയുന്ന വ്യക്തിയായ തവള കളവ് പറയുന്നവനാണോ? കളവ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ കളവ് പറയുക വഴി അവന് വല്ല സ്വാർത്ഥമായ താല്പര്യമുണ്ടോ? ഇത് അന്വേഷിക്കുമ്പോൾ മത്സ്യത്തിന് മനസ്സിലാകുന്നു, ഏത് തവള ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, തവളക്കെതിരെ കള്ളം ഒരാളും ആരോപിച്ചിട്ടില്ല. ഇങ്ങനെ ഒന്ന് പറഞ്ഞത് കൊണ്ട് തവളക്ക് എന്തെങ്കിലും ഒരു താല്പര്യം സംരക്ഷിക്കപ്പെടുകയുമില്ല. ഇങ്ങനെയാകുമ്പോൾ തവള അനുഭവിച്ചതാണ്, മനസ്സിലാക്കിയതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തവളയെ അനലൈസ് ചെയ്തുകൊണ്ട് അതൊരു വസ്തുതയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇയാൾ തിരിച്ചറിയുന്നു. ഇത് ശാസ്ത്രീയമായ രീതിയാണ് സാറ്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രപഞ്ച സങ്കല്പം എന്താണ്? വിശ്വാസമാണോ ടൈം സ്പേസ് കോണ്ടിന്യൂം എന്നത്? സ്ഥലകാല നൈരന്തര്യത്തിന്റെ പ്രപഞ്ചം, 4 ഡയമെൻഷണൽ സ്പേസ് എന്നത് വിശ്വാസമല്ല, വസ്തുതയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്റെ സാറിനത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഫിസിക്സ് ടീച്ചറാണ്. മാത്തമാറ്റിക്കലി പ്രൂവൺ ആണത്. അതൊരു വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പേസ് സയൻസ് മുഴുവൻ അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളുടെ ഇലക്ട്രോണിക്സും നമ്മളുടെ ന്യൂക്ലിയർ ഫിസിക്സും എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നിങ്ങളുടെ അനുഭവത്തിലേക്ക് 4 ഡയമെൻഷണൽ സ്പേസ് കൊണ്ടുവരാൻ കഴിയോ? ഒരിക്കലും സാധ്യമല്ല. നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മാത്തമാറ്റിക്സ് അറിയുന്ന ആളുകൾ മാത്തമാറ്റിക്കലി അത് പ്രൂവ് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നു. ഇത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇത് പരലോകത്തിന്റെ കാര്യത്തിൽ പ്രായോഗികമാവുക? ഞാൻ മരണാനന്തര ജീവിതം ഒരു അനുഭവമായി, ഒരു വസ്തുതയായി എനിക്ക് മനസ്സിലാകുന്നു. എങ്ങനെ എനിക്കത് മനസ്സിലാകുന്നത്? പരിശുദ്ധ ഖുർആനിൽ. ഖുർആൻ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അതിന്റെ 1/3 ഭാഗത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു വിശ്വാസമല്ലേ? തീർച്ചയായും വിശ്വാസമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഞാൻ പരിശോധനാ വിധേയമാക്കുന്നു. അതൊരു വിശ്വാസമാണോ വസ്തുതയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇവിടെ പരിശുദ്ധ ഖുർആൻ ഞാൻ പരിശോധിക്കുമ്പോൾ ഖുർആനിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചല്ലാത്ത എനിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ലോകത്തെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിലൂടെ ഞാൻ അന്വേഷണം മുന്നോട്ട് നയിക്കുന്നു. ആ പരാമർശങ്ങളിൽ എവിടെയെങ്കിലും അതിസൂക്ഷ്മമായ ഒരു അബദ്ധമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഖുർആനിൽ പറയുന്ന എനിക്ക് അന്വേഷിക്കാൻ കഴിയാത്തൊരു ലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അബദ്ധമാകാം എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ട് ഞാൻ തള്ളിക്കളയുമായിരുന്നു.
പക്ഷെ അത്ഭുതകരം, എനിക്കറിയാവുന്ന ശാസ്ത്രത്തിന്റെയും സാങ്കേതിക ശാസ്ത്രത്തിന്റെയും എനിക്കറിയാവുന്ന ചരിത്രത്തിന്റെയും ധർമ്മശാസ്ത്രത്തിന്റെയും എല്ലാം അളവുകോലുകൾ വെച്ച് പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനും വചനങ്ങളും പരിശോധനാ വിധേയമാക്കുമ്പോൾ അതിലൊരു ചെറിയ സൂക്ഷ്മമായ ഒരു അബദ്ധം പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഒരു ഗ്രന്ഥത്തിൽ ശാസ്ത്രീയമായി, സാങ്കേതികമായി, തത്വശാസ്ത്രപരമായി എല്ലാം ഒരുപാട് മുന്നോട്ട് പോയ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അത് അതേപോലെ അവതരിപ്പിച്ചിട്ട് അതിൽ ഒരു സൂക്ഷ്മമായ അബദ്ധം പോലും ഇല്ലെങ്കിൽ, അതിൽ എനിക്ക് അന്വേഷിക്കാൻ പറ്റാത്തൊരു ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അബദ്ധമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. അത് ശാസ്ത്രീയമാണ്. രണ്ടാമത് ഞാൻ അന്വേഷിക്കുന്നത് ഈ ഖുർആനുമായി വന്ന വ്യക്തിയെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പരലോകത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. മുഹമ്മദ് നബിയുടെ വ്യക്തിത്വം ഞാൻ പരിശോധിക്കുന്നു. 40 വയസ്സുവരെ ആ സമൂഹത്തിൽ വിശ്വസ്തനായി, അംഗീകരിക്കപ്പെട്ട്, സത്യസന്ധനായി എല്ലാവരും അംഗീകരിച്ച വ്യക്തി. ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അദ്ദേഹം എന്തെങ്കിലും കളവ് പറയും എന്നൊരാൾക്കും അഭിപ്രായമില്ല. ഇത് ശത്രുക്കൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. പ്രവാചകനെതിരെ യുദ്ധം നടത്തിയ ആളുകൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. മുഹമ്മദ് കളവ് പറയും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ മുഹമ്മദ് കൊണ്ടുവന്ന ആശയം അത് കളവാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഇങ്ങനെ സത്യസന്ധനായി ജീവിച്ചു. 40ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കള്ളം പറയാൻ തുടങ്ങാന്ന് വിചാരിക്കുക. എന്താ കള്ളം? ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി എന്താണ് ഒരു കള്ളം പറയുന്നത്? മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള കള്ളം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു കള്ളം അദ്ദേഹം ബോധപൂർവം പറയുകയാണെങ്കിൽ അതിന് തീർച്ചയായും അതിന്റെ പിന്നിൽ സ്വാർത്ഥമായ വല്ല ലക്ഷ്യം ഉണ്ടാകണം. നിങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതം പരിശോധിക്കൂ. 40 വയസ്സ് വരെ അദ്ദേഹം സമൂഹത്താൽ അംഗീകരിക്കപ്പെട്ടു. ഇത് പറയുക വഴി സമൂഹത്താൽ ബഹിഷ്കരിക്കപ്പെട്ടു. 3 വർഷത്തോളം ഭക്ഷണം കഴിക്കാതെ പച്ചിലകൾ മാത്രം തിന്ന് ജീവിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായി. എന്തിന്? ഇത് പറഞ്ഞതുകൊണ്ട്. 40 വയസ്സ് വരെ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവർക്കെതിരെ ഉയരാൻ ഒരുപാട് നാവുകൾ ഉണ്ടായിരുന്നു അവിടെ. 40 വയസ്സ് മുതൽ, ഇത് പറഞ്ഞത് മുതൽ അദ്ദേഹത്തിനെതിരെയായി ഈ 1000 നാവുകളും അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട്. 40 വയസ്സ് വരെ ഒരു വർത്തക പ്രമാണിയുടെ ഭർത്താവ് എന്നുള്ള നിലക്കും ഖുറൈശി എന്ന് പറയുന്ന സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഉയർന്ന തറവാട്ടിലുള്ളയാൾ എന്നുള്ള നിലക്കും അംഗീകരിക്കപ്പെട്ട് അത്യാവശ്യം സാമ്പത്തികമായ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിത വിഭവങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്ന വ്യക്തി ഇത് പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു 3 വർഷക്കാലത്തോളം പട്ടിണി കിടന്ന് ജീവിക്കേണ്ട അവസ്ഥാവിശേഷമുണ്ട്. ഇങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു പച്ചക്കള്ളം, അദ്ദേഹത്തിന് അറിയാലോ ഇത് കള്ളാണെന്ന്, ഏറ്റവും മിനിമം പറയാൻ, പ്രചരിപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയുമെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ലോജിക്ക് എന്താണ്? ഇവിടെയാണ് ഇതൊരു വിശ്വാസമല്ല, അനുഭവമാണെന്ന് പറയുന്നത്. അനുഭവമാകുന്നത് കേവലം നമ്മളിങ്ങനെ കാണുമ്പോൾ മാത്രമല്ല ഒരു കാര്യം അനുഭവമാകുന്നത്, മറിച്ച് അനുഭവമാകുന്നത് അനാലിസിസിലൂടെയാണ്. ഫിസിക്സ് വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ പറയും, 4 ഡയമെൻഷനൽ സ്പേസ് എനിക്കൊരു അനുഭവമാണ്. എങ്ങനെയാണ് അനുഭവമാകുന്നത്? അത് പ്രൂവൺ ആയതുകൊണ്ട്. നമ്മൾ ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവനും വിശദീകരിക്കുന്ന വളരെ കൃത്യമായൊരു സിദ്ധാന്തമായതുകൊണ്ട്, അത് മാത്തമാറ്റിക്കലി പൂർണ്ണമായും പ്രൂവൺ ആയതുകൊണ്ട് നമ്മൾ പറയും അത് അനുഭവമാണ്. ഇതേപോലെ ഒരു പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന, പഠിക്കുന്ന ഒരാൾക്ക് മരണാനന്തര ജീവിതം ഒരു അനുഭവമായ ഒരു വസ്തുതയായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ചുരുക്കത്തിലുള്ള ഉത്തരം. ചന്ദ്രബാബു, പൊതുപ്രവർത്തനമാണ്. ഈശ്വരൻ അല്ലാഹ് വിഭാഗീയനാണോ എന്ന് സംശയം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നു. 2, ഇപ്പോഴും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ ആശയം അറിയാത്ത കോടാനുകൂടി ആൾക്കാരുണ്ട്. അവരിതെങ്ങനെ അറിയും? അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ പാർഷ്വാലിറ്റി കാണിക്കുന്നു. ഈശ്വരൻ വിഭാഗീയനാണോ എന്നാണ് എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിന്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഭാഗം എനിക്ക് മനസ്സിലായില്ല. മുമ്പ്
ഖുർആൻ ഉണ്ടായിരുന്നില്ലല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിന് മുമ്പുള്ള ആളുകളുടെ രക്ഷ അല്ലേ? ഞാനിവിടെ പറഞ്ഞല്ലോ സർ, ഖുർആൻ എന്നത് ഒരു പുതിയ ഒരു ആശയം പഠിപ്പിക്കാൻ കടന്നു വന്ന ഒരു വേദഗ്രന്ഥമല്ല. മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്ന ആശയമാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിന് ജീവിതത്തെ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. ആ സൃഷ്ടാവിന് ജീവിതത്തെ എങ്ങനെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായി ഓരോ തലമുറയിലും ഓരോ സമൂഹത്തിലും. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹാ നദീർ. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ, ഒരു ദൈവദൂതന്റെ മുന്നറിയിപ്പ്, ഒരു ദൈവദൂതന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ എല്ലാ പ്രദേശത്തേക്കും ദൈവദൂതന്മാർ വന്നു ഖുർആനിന് മുൻപേ. ആ ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച ആദർശം ഒന്ന്. ആ ആദർശം ഒന്നായതുകൊണ്ടാണ് നിങ്ങൾ ലോകത്ത് എവിടെയും വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക, സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയം ഏറ്റവും വലിയ സൃഷ്ടിപൂജ പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ വക്താക്കളുടെ കയ്യിലുള്ള വേദഗ്രന്ഥങ്ങളിൽ പോലും കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്ന് ക്രിസ്തുവാണ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ. എന്തേ? ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന ബൈബിളിലെ വചനമാണ് ഞാൻ പറയുന്നത്. ക്രിസ്തു പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണം. അതേപോലെ തന്നെ ഇപ്പൊ ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങൾ യജുർവേദത്തിലെ 31-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം, അത് ഈശാവാസ്യോപനിഷത്തിലെ ശ്ലോകമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 12-ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? അന്തം തമഹ പ്രവിശന്തിയേ സംഭൂതി മുപാസതേ തദോ ഭൂയ ഇവതേ തമോയ സംഭൂത്യാമൃതഃ. അന്ധകാരത്തിലാണ് പതിക്കുക ആരെ? നശ്വരങ്ങളായ വസ്തുക്കളെ ആരാധിക്കുന്നവർ, നശ്വരങ്ങളായ വസ്തുക്കളെ ഉപാസിക്കുന്നവർ അന്ധകാരത്തിലാണ് പതിക്കുക. അനശ്വരനായ പരമാത്മാവാണ് ഉപാസനാകർത്താവ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള സന്ദേശം എന്തുകൊണ്ട് എല്ലായിടത്തും ഉണ്ടായി? ഈ പ്രവാചകന്മാരുടെ നിയോഗം എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഈ പ്രവാചകന്മാർ എല്ലായിടത്തും വന്നിട്ടുണ്ട്. 14 നൂറ്റാണ്ട് മുൻപത്തേക്ക് പടച്ചവൻ ബാക്കി വെച്ചിട്ടില്ല. അന്നുള്ള ആളുകൾക്ക് മാത്രമല്ല രക്ഷ, മുമ്പേ ആരാണ് ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്ത് ജീവിച്ചു അവർക്കെല്ലാം രക്ഷയുണ്ട്. ഖുർആനിന് മുമ്പ് തന്നെ ഉണ്ട് എന്നർത്ഥം. ഈ രണ്ടാമത്തെ പ്രശ്നം, ഇത് ശരിയാണെങ്കിൽ ലോകത്തിലോടത്ത് എത്തിക്കണ്ടേ? തീർച്ചയായും അത് എത്തിക്കേണ്ട ചുമതല എത്തിയ ആളുകൾക്കുണ്ട്. എന്നാൽ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് അവരുടെ അവസ്ഥ എന്താണ്? അവർ രക്ഷയിലെത്തണ്ടേ? തീർച്ചയായും അവർക്ക് ഒരാശയം എന്നുള്ള നിലക്ക് എത്തിക്കുക എന്ന ചുമതലയാണ് മനുഷ്യരെ പടച്ചവൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പടച്ചവനെ കുറിച്ച് പടച്ചവൻ പരിചയപ്പെടുത്തുന്നത് അവൻ കാരുണ്യമൂർത്തിയാണ്, അവനിൽ നിന്നൊരു തരിമ്പ് പോലും അനീതി ഉണ്ടാവില്ല എന്നാണ്. ഒരു തരിമ്പ് ഒരു ചെറിയൊരു അനീതി പടച്ചവനിൽ നിന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിലെ പ്രതിഫല നാളിൽ ഒരിക്കലും ഇത് എത്താത്തത് പൂർണ്ണമായും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും പ്രയാസപ്പെടേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവില്ല. പക്ഷെ എത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അതല്ല. എത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം അത് എത്താത്തവർക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് കൂടിയുള്ളതാണ് ഇത്തരം ഒരു വേദി. ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത്, ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞത്, നിങ്ങളുമായി സൗഹൃദ ഭാവത്തിൽ സൗഹൃദാന്തരീക്ഷത്തിൽ പരസ്പരം സംവദിച്ചത് എല്ലാം തന്നെ ഈ ഉത്തരവാദിത്വ നിർവഹണം എന്നുള്ള നിലക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട സമയമായി. ഇതിന് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളോട് വിഷയം അവതരിപ്പിച്ച സുബൈർ പിടിയക്കലാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നാം അറിയേണ്ട ഇസ്ലാം എന്ന മർമ്മപ്രസക്തമായ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിനെ ഇവിടെ വിശദീകരിക്കുകയും തുടർന്ന് നിങ്ങളുടെ മനസ്സിൽ ജന്മം കൊണ്ട സംശയങ്ങളെ തുറന്ന് ചോദിക്കുകയും അതിന് കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വിശദീകരണവും ഇവിടെ നൽകപ്പെട്ടു. ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളും സ്നേഹ സംവാദങ്ങളും
സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യവും താല്പര്യവും എന്തെന്ന് വളരെ കൃത്യമായി ഈ ഉള്ളവന്റെ വിഷയാവതരണത്തിന്റെ അവസാനം ഞാൻ സൂചിപ്പിച്ചിരുന്നു. സഹോദരങ്ങളെ, ഇത് ഒരു പച്ചയായ സത്യമാണ്. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹഫിന്റെ ശ്രദ്ധേയമായ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് 29-ാമത്തെ വചനത്തിൽ വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ സ്രഷ്ടാവിൽ നിന്നുള്ള സത്യ സന്ദേശമാണ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ വിശ്വാസത്തെ നെഞ്ചിലേറ്റാം. തള്ളിക്കളയാനാണ് താല്പര്യമെങ്കിൽ നിഷേധിച്ച് തള്ളുകയുമാവാം. പക്ഷേ ഇന്ന അഅ്തദ്നാ ലിദ്ദാലിമീന നാറ, സത്യം അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും ആ പരമയാഥാർത്ഥ്യത്തെ നിഷേധിച്ച് തള്ളുന്നവരാരും അവർക്കാണ് ജ്വലിക്കുന്ന നരകശിക്ഷയുള്ളത് എന്ന ശക്തമായ താക്കീത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. ഇവിടെ കൃത്യമായി മതത്തെയും അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതത്തെയും സ്രഷ്ടാവിനെയും പ്രവാചകന്മാരെയും സ്രഷ്ടാവിന്റെ മാർഗദർശനത്തെയും കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും തുടർന്നുള്ള പഠനത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. തുടർന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെയുള്ള നിച്ച് ഓഫ് ട്രൂത്തിന്റെ സംഘാടകരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നത്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഹെഡ് ഓഫീസ് എറണാകുളം വൈറ്റിലയിലാണ് ഉള്ളത്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ആനുകാലികമായ സ്നേഹസംവാദം മാസിക ഇസ്ലാമിനെ പരിചയപ്പെടുത്താനായി വർഷങ്ങളായി മലയാള മണ്ണിൽ സജീവമായി പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹസംവാദത്തിലൂടെ ഇസ്ലാമിനെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്കുണ്ടാകുന്ന വിമർശനങ്ങൾ സ്നേഹസംവാദത്തിലെ കൂടിക്കാഴ്ച എന്ന ചോദ്യോത്തര ഭാഗത്ത് നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയുവാൻ വേണ്ടി ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തയ്യാറാക്കിയ muhammadnabi.info എന്ന സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. കേരളത്തിൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും കോഴിക്കോടും പാലക്കാടും തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ഒരുപാട് പുസ്തകങ്ങളും സീഡികളും അതോടൊപ്പം തന്നെ മറ്റിതര മത ദാർശനിക പണ്ഡിതന്മാരുമായി ഹൈന്ദവ ക്രൈസ്തവ യുക്തിവാദി പണ്ഡിതന്മാരുമായിട്ടുള്ള ചർച്ചകളും ഡിബേറ്റുകളുടെയും ഒരുപാട് സീഡികളും ആ സീഡികൾ തന്നെ പുസ്തക രൂപത്തിലാക്കിക്കൊണ്ടുള്ള ചർച്ചകളും നമുക്കിടയിൽ സജീവമാണ്. വാങ്ങിക്കാൻ അതേപോലെ തന്നെ ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. സഹോദരങ്ങളെ, എന്തായിരുന്നാലും ഇവിടെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പ്രതികരണം അതിൽ രേഖപ്പെടുത്തണമെന്ന് വളരെ ഗൗരവമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ കേട്ട കാര്യങ്ങൾ ഇനിയും മനസ്സു തുറന്ന് പഠിക്കാനും അന്വേഷിക്കുവാനുമുള്ള തൽപരതയോടുകൂടെയാകണം ഈ സംഗമത്തിൽ നിന്ന്, ഈ ഹാളിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത്. തുറന്ന പഠനത്തിന് ഇതൊരു തുടക്കമാകട്ടെ. കൃത്യമായി സ്രഷ്ടാവിനെ അറിയാനും പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവികമായ മാർഗത്തെയും മാർഗദർശനത്തെയും കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഇത് ഒരു തുടക്കവും പ്രചോദനവുമായി കൊണ്ട് ഈ സംഗമത്തെ, ഈ പ്രോഗ്രാമിനെ നോക്കിക്കാണണമേ എന്ന് തുറന്ന മനസ്സുമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ സ്നേഹസംഗമത്തിൽ ഇത്രയും നേരം കണ്ണും കാതും തുറന്ന് ഈ വിശദീകരണത്തെ ശ്രവിക്കുകയും സംശയങ്ങൾ ഉന്നയിച്ച് ചോദ്യോത്തര സെഷനെ ജീവസുറ്റതാക്കുകയും ചെയ്ത സഹോദരങ്ങളെ മനസ്സു തുറന്ന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഇസ്ലാമിനെ പഠിക്കാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണമേ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളും സീഡികളും പുറത്ത് ലഭ്യമാണ്. അതുകൂടി വാങ്ങിച്ചുകൊണ്ടാവണം നിങ്ങൾ ഇവിടെ നിന്ന് പിരിയേണ്ടത്. നമ്മൾ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഈ ബുക്കുകളും സീഡികളും കൂടെ കളക്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം കൃത്യമായി നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തി ഇതിന്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചുകൊണ്ടാകണം മടങ്ങേണ്ടത്. ലോകങ്ങളുടെ നാഥൻ ഇതൊരു നന്മയായി സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ,
സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.